നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 മാസമായി ഇന്ത്യയുടെ കൊച്ചു സംസ്ഥാനമായ മണിപ്പൂർ കത്തുകയാണ്. ഇന്ന് വരെ ആ ഒരു കലാപം പൂർണ്ണമായും അടിച്ചമർത്താനോ ആ കലാപം ഇല്ലാതാക്കാനോ സംസ്ഥാനത്ത് സമാധാനം സംജാതമാക്കാനോ ഭരണകൂടത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ക്രൈസ്തവർ അഭയാർത്ഥികളായി വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നു. കുക്കി, മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിൽ നികത്താനാവാത്ത വലിയൊരു വിടവ്, ഒരു വിഭജനം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ കലാപം 2 മാസം പിന്നിടുമ്പോൾ ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മണിപ്പൂർ കലാപത്തിന് പിന്നിൽ വംശീയ കാരണങ്ങളോ അതോ വർഗീയപരമായ കാരണങ്ങളോ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു എക്ലേഷ്യ യുണൈറ്റഡ് ഫോറം ചെയർമാൻ ഫാദർ ജോൺസൺ തേക്കടയിൽ, ഒപ്പം UCFന്റെ ലീഡർ ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ, കാസയുടെ പ്രസിഡന്റ് ശ്രീ കെവിൻ പീറ്റർ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ജോൺസൺ, അങ്ങ് മണിപ്പൂർ സന്ദർശിച്ച ഒരു വ്യക്തിയാണ്. അവിടെ നിന്നുള്ള ഒരു കലാപത്തിന്റെ വിവരണങ്ങൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ ക്രൈസ്തവർ, മണിപ്പൂർ നിവാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ഒക്കെ കേരളത്തിൽ അങ്ങയുടെ ആ വിവരണങ്ങളൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു, ചർച്ചയായിരുന്നു. ഈ മെയ് 3-ാം തീയതി ആരംഭിച്ച ഒരു കലാപം, പ്രത്യേകിച്ച് ഒരു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നുണ്ടായ ഒരു കലാപമെന്ന് ആരോപിക്കുന്നു. പക്ഷേ ഇപ്പോഴും പല രീതിയിലുള്ള ഒരു വേർഷൻസ് ആണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. നാഷണൽ മീഡിയ ഒരു തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു, കേരളത്തിൽ ഒരു തരത്തിലുള്ള വാർത്ത പ്രചരിക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു 2 മാസം പിന്നിടുന്നു. ഈ ജൂലൈ 3-ാം തീയതി മണിപ്പൂർ കത്താൻ തുടങ്ങിയിട്ട് 2 മാസത്തോളം ആകുന്നു. ഈ ഒരു കലാപത്തിന് പിന്നിൽ വംശീയമായിട്ടുള്ള കാരണങ്ങളാണോ വർഗീയമായിട്ടുള്ള കാരണങ്ങളാണോ അതോ ഈ 2 കാരണങ്ങളുടെയും ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന രീതിയിലാണോ അവിടെ കലാപം ആളിപ്പടരാൻ കാരണമായത്? ഫാദർ ജോൺസൺ തേക്കടയിൽ. വെരി ഗുഡ് ഈവനിങ്. ഈ മണിപ്പൂരിലെ വിഷയം നമ്മളൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് ആദ്യമേ റിപ്പോർട്ട് ചെയ്തത് RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ എന്നുള്ള പത്രമാണ്. അതിനകത്ത് അതൊരു മതകലാപം എന്നുള്ള രീതിയിലാണ് മെയ് 4-ാം തീയതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ മതകലാപം എന്ന് നമ്മളൊക്കെ ഉണരുന്നതിന് മുമ്പ് തന്നെ RSSകാരുടെ മുഖപത്രമായിരിക്കുന്ന ഓർഗനൈസറിൽ അത് അച്ചടിച്ചു വരണമെങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ട ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തത ഉള്ളത് തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ മെയ് മാസം 3-ാം തീയതി അല്ല ഓൾ ഓഫ് എ സഡൻ ഇതിങ്ങോട്ട് പൊട്ടിപ്പുറപ്പെട്ടത്. അതിന് ചില കാരണങ്ങൾ ഉണ്ടായി. ജനുവരി മാസം നമ്മളെല്ലാം അറിഞ്ഞതുപോലെ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കലും ഞാനും കൂടെ ഛത്തീസ്ഗഡിൽ പോയി. ഞാൻ ഓർക്കുന്നുണ്ട്, ഛത്തീസ്ഗഡിലേക്ക് ഞങ്ങൾ പോകുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ച സമയത്ത് ജസ്റ്റിൻ വക്കീലിനോടല്ല ഞാൻ പറഞ്ഞത്, എന്റെ സ്നേഹമുള്ള കെവിൻ ബ്രദറിനെയാണ് ആദ്യം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഛത്തീസ്ഗഡിലേക്ക് ഒന്ന് പോകാം എന്ന്. അദ്ദേഹം പറയാം എന്ന് പറഞ്ഞു. പിറ്റേന്ന് വീണ്ടും ഞാൻ വിളിച്ചു, അദ്ദേഹത്തിന് അന്ന് വരാൻ സാധിച്ചില്ല. അതിന് ശേഷമാണ് ഞാൻ വക്കീലിനെ വിളിക്കുന്നത്, വക്കീലെ നമുക്ക് ഛത്തീസ്ഗഡ് വരെ പോകാം. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ജനുവരിയിലും അതിനുശേഷം പിന്നെ ഫെബ്രുവരിയിൽ വീണ്ടും ഞാൻ പോയി. ആ സന്ദർഭത്തിലൊക്കെ മണിപ്പൂരിൽ ഒരു സർവേ നടക്കുന്നുണ്ടായിരുന്നു. ആ സർവേ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിപ്പൂരിലെ മെയ്ത്തികളുടെ ഇടയിൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു സർവേ ആയിരുന്നു. അത് ആരായിരുന്നു സർവേ നടത്തിയിരുന്നത്? സർക്കാരിന്റെ സ്പോൺസർ, സർക്കാർ വിട്ടാണെന്നും പറഞ്ഞിട്ടാണ് ആളുകൾ വന്നതും അവിടെ സർവേ നടത്തിയത്. അപ്പോൾ അവിടെ സർവേ നടത്തുക മാത്രമല്ല, അവരേത് മതത്തിൽ ഉൾപ്പെട്ടവരാണെന്നാണ് ഒന്നാമത്തെ അവരുടെ ചോദ്യം. അതിനുശേഷം ക്രിസ്ത്യൻ ചർച്ചസ് എല്ലാവരും മാർക്ക് ചെയ്തു, ക്രിസ്ത്യൻ വീടുകൾ മാർക്ക് ചെയ്തു. അതൊന്നും തന്നെ അന്ന് ഒരു സർവേയുടെ ഭാഗമായതുകൊണ്ട് ആരും പ്രത്യേകിച്ച് നോട്ട് ചെയ്തില്ല. അതിനകത്ത് എന്തെങ്കിലും അപകടമുണ്ടെന്ന് ആരും അറിഞ്ഞിരുന്നുമില്ല.
ഒരു കാര്യം കൂടി ഫാദർ ജോൺസൺ, ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ഒരു സർവേ അങ്ങ് ആ സമയത്ത് നടത്തിയെന്ന് അങ്ങ് പറയുന്നുണ്ട്. പക്ഷേ ഈ കൃത്യമായി ഈ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, ക്രിസ്ത്യൻ വീടുകൾ അത് മാർക്ക് ചെയ്യുമ്പോൾ ഈ മെയ്തേ ഇടയിലുള്ള ഈ ക്രിസ്ത്യൻ ലീഡർഷിപ്പിന് ഒരു സ്വാഭാവികമായിട്ടൊരു ആശങ്ക തോന്നേണ്ടതല്ലേ? പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു, ക്രിസ്ത്യൻ വീടുകൾ മാത്രം മാർക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരു ഗവൺമെന്റ് ഏജൻസി അത്തരത്തിലുള്ള ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു സർവേ നടത്താൻ സാധ്യതയുണ്ടോ? സ്വാഭാവികമായ ഒരു സംശയം അവിടുത്തെ ഒരു ക്രിസ്ത്യൻ ലീഡർഷിപ്പിന്റെ ഇടയിൽ തോന്നേണ്ടതല്ലേ ഫാദർ ജോൺസൺ? അങ്ങനെ ഒരു സംഭവത്തിന് മുമ്പ് ഉണ്ടാകാഞ്ഞതുകൊണ്ട് ആർക്കും അതിനെക്കുറിച്ച് ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ലെന്നുള്ളതാണ് ഇപ്പൊ അവർ പറയുന്നത്. മാത്രവുമല്ല, അതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണല്ലോ, എല്ലാം ഡാറ്റ കളക്ഷൻസ് ആണല്ലോ. അപ്പൊ ആ രീതിയിൽ അവരെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ അവരത് പറയാൻ കാരണമുണ്ട്, അത് ഞാൻ പറഞ്ഞു വരാം. അപ്പൊ 3-ാം തീയതി ഈ മാർക്കിംഗ് നടന്നതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തൊടാൻ പാടില്ലാത്ത ഒരു കേസ് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹം അത് പെട്ടെന്ന് തന്നെ ഒരു വിധി പ്രസ്താവിക്കുകയും ചെയ്തു. ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത, ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിക്കലും അവർക്ക് അനുവാദം കൊടുക്കാത്ത ഒരു കാര്യത്തിൽ അവർ കൈകടത്തി എന്നുള്ളത് നമുക്കറിയാവുന്ന പോലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് വളരെ കൃത്യമായിട്ട് അവിടുത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ വാൺ ചെയ്തതായിട്ട് പത്രങ്ങളിലെങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പല വിമർശനങ്ങളും പല ചോദ്യങ്ങളും പലരും ചോദിക്കുകയാണ്. ഇവിടെ ചിന്തിക്കേണ്ടുന്ന 2 കാര്യങ്ങളുണ്ട്. ഒരു ST പദവിയോ SC പദവിയോ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനോ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ പോലും പറ്റുകയില്ല. അതാണ് നമ്മുടെ ഭരണഘടന. അത്ര മനോഹരമാണ് നമ്മുടെ ഭരണഘടന. അത് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൽ, അതായത് SC ST വിഭാഗത്തിൽ, ഇപ്പൊ OBCയിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏറ്റെടുക്കാം, ഹൈക്കോടതിക്ക് നിർദ്ദേശിക്കാം, അത് ചെയ്യാം. പക്ഷേ SC ST വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ ഉൾപ്പെടുത്തണമെങ്കിൽ കൃത്യമായ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കപ്പെട്ടിട്ട് അത് ശരിയാണെന്ന് കണ്ടാൽ നമ്മുടെ ആദരണീയായിരിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റാണ് അത് ചെയ്യേണ്ടുന്നത്. അത് ചെയ്യാൻ അവകാശപ്പെട്ട ആള് ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്നിരിക്കെ അതൊന്നും അറിയാത്തൊരു വ്യക്തി അല്ലല്ലോ മണിപ്പൂരിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ആണോ? അദ്ദേഹം അത് എടുത്തു, അത് കൊടുത്തു, അങ്ങനെ ഓർഡർ കൊടുത്തു. ഇനി ആ ഓർഡർ കിട്ടിയപ്പോൾ ന്യായമായിട്ട് നല്ലൊരു ഭരണാധിപനായിരുന്നെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത്? അവിടുത്തെ ജനങ്ങളെ വിളിച്ചുകൂട്ടി ഇതേപോലൊരു ഇഷ്യൂ ഉണ്ട്, ഓൾറെഡി അവിടെ ബേണിംഗ് ഇഷ്യൂ ആണ് ഇതെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹം ഇപ്പോൾ മറ്റുള്ളവരാൽ വിമർശിക്കപ്പെടുന്ന പോലെ ഗോത്രവർഗക്കാരോടുള്ള ഒരു വേർകൃത്യം ഉള്ളത് കൊണ്ടും, അതിനുള്ള ഒരുപാട് തെളിവുകളൊക്കെ നമുക്ക് തരാൻ കഴിയും കേട്ടോ, അങ്ങനെയുള്ള വേർകൃത്യങ്ങൾ ഉള്ളത് കൊണ്ടും നിഷ്പക്ഷപാതി അല്ലാത്തത് കൊണ്ടും ആ നിയമം നടപ്പിൽ വരുത്തുമെന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് കുക്കികൾ മാത്രമല്ല നാഗ ഗോത്രവർഗക്കാരും ഒരുമിച്ച് അവിടെ ഓൾ മണിപ്പൂർ സ്റ്റുഡൻസ് യൂണിയൻ ആണ്, അവിടെ ട്രൈബൽ യൂണിയൻ ആണ് അവിടെ പീസ് റാലി നടത്തും. ഒരു കാര്യം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒന്ന് ചോദിക്കുകയാണ് ഫാദർ ജോൺസൺ. ഈ ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവ് വന്നു, പക്ഷേ അതിന്മേൽ ഒരു തുടർ നടപടി ഈ മണിപ്പൂർ സർക്കാർ സ്വീകരിക്കുന്നതിന് മുമ്പല്ലേ ഇത്തരത്തിലുള്ള ഒരു ട്രൈബൽ റാലിയും ഒരു പ്രക്ഷോഭത്തിലേക്കൊക്കെ ആളുകൾ കടക്കാൻ ഇടയായത്? കാരണം മണിപ്പൂർ ഗവൺമെന്റ് ആ വിധത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഓൾ സ്റ്റുഡൻസ്, മണിപ്പൂരിലെ ട്രൈബൽ സ്റ്റുഡൻസ് അങ്ങനത്തെ ഒരു ആഹ്വാനം കൊടുത്തതും 3-ാം തീയതി അവരൊരു പീസ് റാലി നടത്തിയതും. 16 ജില്ലകളിലും സമാധാനപൂർണ്ണമായിട്ടാണ് നടന്നത്. 16 ജില്ലകളിൽ ആ ഒരു പീസ് റാലിയിൽ ഈ കുക്കീസ് മാത്രമാണോ ഉണ്ടായിരുന്നത്? നാഗാസ് ഉണ്ട്, എല്ലാ ട്രൈബൽസും കൂടെ ചേർന്നിട്ടാണ് ഓൾ ട്രൈബൽ യൂണിയൻ സ്റ്റുഡൻസ് യൂണിയൻ ആയിരുന്നു നടത്തിയത്. ഓക്കെ, അപ്പൊ ആ 3-ാം തീയതിത്തെ ആ പ്രോഗ്രാം കഴിഞ്ഞ് കുക്കികൾ അവരുടെ ദേശത്തേക്ക് മടങ്ങാൻ ചുർച്ചാമ്പൂർ അവിടെ ആ ജില്ലയിലേക്ക് പ്രവേശിക്കാൻ ഒരു പ്രവേശന കവാടമുണ്ട്. അവിടെ ആംഗ്ലോ കുക്കി വാർ 1917 to 1919 എന്ന് പറയുന്ന വലിയൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. വലിയൊരു ബോർഡാണ്. അതിന്റെ സമീപ പ്രദേശത്ത് ധാരാളം മോണിമെന്റ്സ് അവരുടേതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് ആളുകൾ എത്തുന്ന സമയത്താണ്, എല്ലാം കഴിഞ്ഞ് റാലി കഴിഞ്ഞ് സമാധാനപൂർണ്ണമായിട്ട് മടങ്ങിപ്പോകാൻ തുടങ്ങുന്ന സമയത്താണ് അവരതിനെ വിളിച്ചിരുന്ന തന്നെ പീസ് റാലി എന്നാണ്. ആ സമയത്താണ് മേത്തികളിൽ നിന്ന് ഒരാൾ ട്രക്കുമായി അവരുടെ ഇടയിലേക്ക് ഇരമ്പിക്കയറുന്നു. ആ ഇരമ്പിക്കയറുന്ന സമയത്ത് കാഷ്വാലിറ്റി ഉണ്ടായി. അവര് പിടിച്ചു നിർത്തി. എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്താണ് അരമ്പായ് തങ്കോൽ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട
മിലിറ്റന്റ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ ആയുധങ്ങളുമായിട്ട് അവിടേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന മോണിമെന്റ്സ് എല്ലാം തന്നെ തല്ലി തകർക്കുകയും കത്തിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രശ്നം അവിടം കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇത് താൽക്കാലികമായിട്ട് അവിടെ ഉണ്ടായ നൈമാനുഷികമായിട്ടുണ്ടായ ഒരു പ്രശ്നമാണ്. പക്ഷേ ഫാദർ ജോൺസൺ, ഒരു കാര്യം കൂടി, അതിന്റെ വിഷ്വൽസ് നമുക്കത് അവൈലബിൾ ആണല്ലോ. അത്തരത്തിലുള്ള ഒരു രൂക്ഷമായ ഒരു ആക്രമണം അവിടെ നടത്തിയിരുന്നു. ഒരു ടയർ കൂട്ടിയിട്ട് അതിന്റെ ചുവട്ടിൽ, അതിന്റെ ആ ഒരു ആംഗ്ലോ കുക്കി ആ മെമ്മോറിയൽ വാറിന്റെ ആ ഒരു ചുവട്ടിൽ കത്തിച്ചു. അതല്ലാതെ അത്തരത്തിലുള്ള രൂക്ഷമായ ഒരു ആക്രമണം അവിടെ സംഭവിച്ചിരുന്നോ? ഇവര് രംഗായ് തങ്കോൽ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകള് അവിടെ ആക്രമണമായിട്ടാണ് വന്നിരിക്കുന്നത്. അവരെല്ലാം വളരെ പ്രീ പ്ലാൻഡ് ആയിരുന്നു, പ്രീ ഓർഗനൈസ്ഡ് ആയിരുന്നു എന്നാണ് മറ്റുള്ളവർ പറയുന്നത്, അവിടുത്തെ ആളുകൾ പറയുന്നത്. അതേ സമയത്ത് തന്നെ ഇംഫാലിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ 36 മണിക്കൂറിനുള്ളിൽ 251 ചർച്ചസും 6 പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടെ ഡിസ്മാൻഡിൽ ചെയ്യുകയോ കത്തിക്കുകയോ ചെയ്തു. അപ്പൊ ഇത് ഓൾ ഓഫ് എ സഡൻ ഉണ്ടായ പ്രൊവോക്കേഷൻ ആണോ? ഒരു കാര്യം കൂടി ഫാദർ ജോൺസൺ, ഒപ്പം തന്നെ ഈ ആംഗ്ലോ കുക്കി മെമ്മോറിയൽ വാറിന് നേരെയുള്ള ഒരു അറ്റാക്ക്, അതാണ് ഒരു സ്പാർക്ക് തുടങ്ങാൻ ഒരു കാരണമായത്. അപ്പോൾ ഈ ചുരാചന്ദ് ആ സമയത്ത് അതല്ല കാരണം. ഈ കാരണം അവർ നേരത്തെ പ്രീ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തു വെച്ചതാണ്. ഓക്കെ, ഒരു കാര്യം, പ്രത്യേകിച്ച് ചുരാചന്ദ്പൂരിൽ നടന്ന ഒരു ട്രൈബൽ റാലിയിൽ ആയിരക്കണക്കിന് കുക്കി, ഒപ്പം തന്നെ മറ്റ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു, നാഗ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു. പക്ഷേ ഈ ആയിരങ്ങൾ ഒരു സൈഡിൽ നിൽക്കുന്നു. ആ ആയിരങ്ങളെ ഒരു പ്രകോപിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക്, അല്ലെങ്കിൽ ഒരു കലാപത്തിന് ആരംഭം കുറിക്കാൻ വേണ്ടി ഒരു ട്രക്കിൽ വളരെ വിരലിൽ എണ്ണാവുന്ന മെയ്തീസ് അവിടെ കടന്നു വരുന്നു. അത് ഒരു ലോജിക്കലി അത് എത്രത്തോളം ഒരു പോസിബിൾ ആണ്? ആയിരങ്ങളെ നേരിടാൻ ഒരു ട്രക്കിൽ വളരെ കുറച്ച് മെയ്തീസ്, അത് അവര് മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം. ആളുകൾ മടങ്ങി ചുർച്ചാമ്പൂരിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ അരമ്പായ് തങ്കോൽ എന്ന് പറയുന്നതായിട്ടുള്ള വിഭാഗവും അതുപോലെ മേത്തി ലീപ്പൂൺ എന്ന് പറയുന്നതായിട്ടുള്ള മിലിറ്റന്റ് ഗ്രൂപ്പും, ഈ 2 ഗ്രൂപ്പും സജ്ജരായിരുന്നു. അതുകൊണ്ടാണല്ലോ 36 മണിക്കൂറിനുള്ളിൽ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ചർച്ചസും അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള വീടുകളും ഒരേ സമയത്ത് തന്നെ ബേൺ ചെയ്യാനായിട്ട് ഇടയാക്കിയിരുന്നത്. ഇല്ലെങ്കിൽ എങ്ങനെ സാധിക്കുക? അപ്പൊ അതിനുശേഷമാണ് അവിടെ ഈ കലാപം രൂക്ഷമാകുകയും അവർ റിറ്റാലിയേറ്റ് ചെയ്യാനായിട്ട്, കുക്കികൾ റിറ്റാലിയേറ്റ് ചെയ്യാനായിട്ട് അവരും തയ്യാറാകുകയും ചെയ്തു. അപ്പൊ അവിടെ ആ കുക്കികൾക്ക് നേരെ ഇവരെ മുൻകൂട്ടി തയ്യാറാക്കിയിരുന്ന പോലുള്ള ആസൂത്രിതമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നിരപരാധികളായിട്ടുള്ള കുക്കികൾ പല മേഖലകളിൽ അവരുടെ വില്ലേജുകളിൽ കിടന്നിറങ്ങുന്ന സമയത്താണ് ആയിരക്കണക്കിന് മേത്തി ലീപ്പൂൺ അതേപോലെ തന്നെ ഈ അരംഗായ് താങ്കോൾ എന്ന് പറയുന്ന ആ വിഭാഗങ്ങൾ ചേരിതിരിഞ്ഞ് ചെന്ന് 1000-2000 ആളുകൾ, എൻ്റെ കയ്യിൽ അതിന്റെ വീഡിയോ ഉണ്ട്, അവർ പറഞ്ഞതായ കാര്യങ്ങൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് പെട്രോൾ ഒഴിച്ച്, ഇവർ ഈ ഹിൽ ഏരിയകളിലാണല്ലോ ഈ കുക്കികൾ താമസിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ ട്രക്കുകളിൽ വന്നിട്ട് പെട്രോൾ ഒഴിക്കുക, പന്തമെറിയുക. അപ്പൊ അതിനകത്ത് വെന്തു വീഴുന്നതായിട്ടുള്ള അത് ഈ തകരത്തിന്റെ ആണ് എല്ലാ വീടുകളും, കൂടുതലും തകരമാണ് വെച്ചിരിക്കുന്നത്, നമ്മുടെ ഷീറ്റുകൾ. അപ്പൊ അത് പെട്ടെന്ന് നിലത്തേക്ക് വീഴുന്ന സമയത്ത്, കത്തി വീഴുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ വാരിയെടുത്തുകൊണ്ട് ഓടാൻ പോലും കഴിയാതെ മാതാപിതാക്കൾ ആകെ സ്തബ്ധരായി നിൽക്കുന്ന അവസ്ഥ. കൈ കിട്ടുന്ന കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടുന്ന മാതാപിതാക്കള്, പ്രായമുള്ള അമ്മയപ്പന്മാർക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം, അങ്ങനെ വെന്തുമരിക്കുന്ന ഒരു കൂട്ടം. അപ്പൊ ഈ വെന്തുമരിച്ച ആളുകളെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളെ ഒന്നും തന്നെ വേണ്ടുന്ന വിധത്തിൽ കണക്കെടുപ്പ് പോലും നടത്താൻ സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. മാത്രമല്ല, ഈ 3-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ നെറ്റ് എല്ലാം വിച്ഛേദിച്ചു. അതിനുശേഷം വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ മുഖ്യമന്ത്രി, സാധാരണഗതിയിൽ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി പരാജയപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എന്താ സാധാരണഗതിയിൽ ചെയ്യുക? സാധാരണഗതിയിൽ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഇടപെട്ട് മുഖ്യമന്ത്രിയെ മാറ്റും. മാത്രമല്ല പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലേ? പക്ഷെ അത് കൊണ്ടുവന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് മാറാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മാറാൻ പറഞ്ഞ ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഒരു പൊറോട്ട് നാടകം നടത്തിയിട്ട് ഇപ്പോഴും സ്വന്തമായിട്ട് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ സംജാതമാക്കിയത്. അതിനും വേറെ ചില കാരണങ്ങളുണ്ട്. അടുത്ത റൗണ്ടിൽ ഞാൻ തിരിച്ചു വരാം. ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ, നമ്മുടെ ഒരു ചർച്ചയുടെ ഒരു കോർ പോയിന്റ് തന്നെ ഈ ഒരു മണിപ്പൂർ കലാപം വംശീയമാണോ വർഗീയതയാണോ? ഫാദർ ജോൺസൺ പറഞ്ഞു നിർത്തി,
മെയ്തി ക്രിസ്ത്യൻസിന്റെ ഇടയിലുള്ള അല്ലെങ്കിൽ അവരുടെ ചർച്ചസ് ഒക്കെ ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വർഗീയമായ കാരണങ്ങൾ ഈ ഒരു ആക്രമണത്തിന്, കലാപത്തിന് പിന്നിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പലരും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകൾ, ഈ കുക്കി വിഭാഗക്കാർ ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ്. ഒപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ നാഗ വിഭാഗക്കാർ. അവർ വളരെയധികം ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ താമസിക്കുന്നവരാണ്. ക്രൈസ്തവ ഭൂരിപക്ഷ ഒരു കമ്മ്യൂണിറ്റിയാണ് നാഗ വിഭാഗക്കാർ. പക്ഷേ അവരുടെ ഇടയിലേക്ക് ഈ ഒരു കലാപം വ്യാപിച്ചിട്ടില്ല, അവരുടെ ഒരു ദേവാലയം തകർക്കപ്പെട്ടിട്ടില്ല, അവർ ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, ഈ കലാപം നടന്ന ആ ഒരു ആരംഭ സമയത്ത് പ്രത്യേകിച്ച് ഈ കുക്കി വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്ന ഈ ചുരാചന്ദ്പൂരിൽ ഏകദേശം മെയ്തി വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവർക്ക് നേരെ ആക്രമണം ഉണ്ടായി. അവരുടെ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് ഒക്കെ നോക്കുമ്പോൾ ഇത് എത്രത്തോളം വാസ്തവമായിരിക്കാം, ഈ വർഗീയമായിട്ടുള്ള ഒരു കളർ ഇതിൽ ഉണ്ട് എന്നതിൽ? ഇപ്പോൾ ക്രൈസ്തവരെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന ഒരു വിഷയം ഇതിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നാഗ ക്രിസ്ത്യൻസ് ആക്രമിക്കപ്പെടുന്നില്ല? ഒപ്പം തന്നെ ഈ കുക്കി വിഭാഗക്കാർ തന്നെ, ഈ മെയ്തി ക്രൈസ്തവ ഭൂരിപക്ഷമായ കുക്കി വിഭാഗക്കാർ തന്നെ ഈ മെയ്തി ക്രിസ്ത്യൻസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു അവസരത്തിൽ ശ്രീ ജസ്റ്റിൻ പള്ളിവാതിൽക്കൽ. ജോർജ്, എനിക്ക് 3 കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്ന്, ആദ്യം 2 ചോദ്യങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉയരേണ്ടത്. ഒന്ന്, എന്തുകൊണ്ട് ഇതൊരു എത്നിക് വാറാണെങ്കിൽ, ഇതൊരു 2 ഗോത്രങ്ങൾ തമ്മിലുള്ള വാറാണെങ്കിൽ എന്തുകൊണ്ട് ഈ വിഷ്ണുപൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് 3-ാം തീയതി കലാപം ആരംഭിച്ചതിന്റെ തൊട്ടടുത്ത് 36 മണിക്കൂറിനുള്ളിൽ അത് ഔട്ടർ വാലിയാണ് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഹിൽ ഏരിയയുടെ ബൗണ്ടറിയാണ്, കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ്. അത്രയും ദൂരെ അവിടെ ആക്രമണം നടന്നപ്പോൾ നെക്സ്റ്റ് 36 അവേഴ്സിനുള്ളിൽ ഇംഫാൽ വാലിയിലെ മൈത്തേയി ക്രിസ്ത്യൻസിൻ്റെതായിട്ടുള്ള 249 ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത്, പള്ളികൾ. കൂടെ ഒരു കാത്തലിക് ചർച്ചും 5 ഇൻസ്റ്റിറ്റ്യൂഷൻസും 2 സെമിനാരികൾ ഉൾപ്പെടുന്ന മേഖലകൾ എന്തുകൊണ്ട് തകർക്കപ്പെട്ടു? അത് നമ്മൾ ഒന്നാമതായിട്ട് ചോദിക്കേണ്ട ചോദ്യം. 2, ഈ കലാപം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ മെയ്തേയി ക്രിസ്ത്യൻ ഭവനങ്ങളിൽ, പ്രത്യേകിച്ചും ഇംഫാൽ വാലിയിലെ മെയ്തേയി ക്രിസ്ത്യൻ ഭവനങ്ങളിൽ ഒരു പ്രിന്റഡ് ഫോമുമായിട്ട് കയറി ഇറങ്ങി, നിങ്ങൾ എന്നാണ് ബൈബിൾ കത്തിക്കുന്നത്, നിങ്ങൾ എന്നാണ് തിരിച്ചു വരുന്നത്, നിങ്ങൾ എന്നാണ് തിരിച്ച് ഹിന്ദു സെനാമയിസം ഫോളോ ചെയ്യാൻ വേണ്ടി ആരംഭിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഒരു ഗർഭാപ്രസി സ്റ്റൈലിലുള്ള ഫോം കൊടുക്കുന്നത് എന്തിനാ? ഇത് 2 എത്നിക് ഗ്രൂപ്പുകൾ തമ്മിലാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു, ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖനായ ഒരു സംഘപരിവാർ നേതാവ് പ്രതീഷ് വിശ്വനാഥന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ നീളമുള്ളതാണ്. ഞാൻ അതിന്റെ ലാസ്റ്റ് പാര മാത്രമാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ലാസ്റ്റ് പാര, അതിനകത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്. അതായത് ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ പറഞ്ഞു, ഈ 3-ാം തീയതി കലാപം ഉണ്ടായി കഴിഞ്ഞ് 4-ാം തീയതി തന്നെ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ ഇത് ഒരു ക്രിസ്ത്യൻ ഹിന്ദു കലാപമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അവിടെ വാർത്ത കൊടുത്തു. അവരുടെ മുഖപത്രത്തിൽ എഴുതി അവര്. അതേപോലെ തന്നെ ഇവിടെ പ്രതീഷ് വിശ്വനാഥ് ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ്, ഞാൻ അവസാനത്തെ ഒരു ഭാഗം മാത്രം വായിക്കുക. ഓർക്കണം, വിപണിയിലെ 40% ചെമ്പ് ഉത്പാദിപ്പിച്ചിരുന്ന സ്റ്റെർലൈറ്റ് പ്ലാന്റ് അടച്ചുപൂട്ടിച്ച, അത് മിക്കവാറും തൂത്തുക്കുടി സ്റ്റെർലൈറ്റ് പ്ലാന്റിന്റെ കാര്യമായിരിക്കും പറയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൽ ഇന്ത്യയുടെ കുതിച്ചുചാട്ടത്തിന് വിഴിഞ്ഞത്ത് തടസ്സം നിൽക്കുന്ന അതേ പാതിരി മാഫിയ തന്നെയാണ് ഇതിന് പുറകിലുള്ളത്. ഇതൊരു എത്നിക് വാറാണെങ്കിൽ എന്തിന് ഈ പ്രതീഷ് വിശ്വനാഥ് ഈ കലാപത്തെ പറ്റി ഇങ്ങനെ എഴുതുന്നു? വീണ്ടും അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു, ഗുജറാത്തിലായാലും മണിപ്പൂരിലായാലും ശരി, തദ്ദേശ ജനതയെയും സംസ്കാരത്തെയും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ തിരിച്ചടിക്കും. പ്രബുദ്ധരല്ലാത്തതിനാൽ അവർക്ക് മതം മാറാനും പ്രീണിപ്പിച്ചു നിൽക്കാനും അറിയില്ല. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ആരോ പറഞ്ഞു പരത്തിയ അഹിംസയുടെ സിദ്ധാന്തമല്ല അനേകായിരം സിംഹകുട്ടികൾ ജനിച്ചു വീണ ഭാരതം എന്ന വലിയ രാഷ്ട്രത്തിലെ ഹിന്ദു സംസ്കാരത്തിനുള്ളത്. അങ്ങനെ ചിന്തിച്ചിരുന്നവർക്കൊക്കെ ആ ധാരണ മാറി തുടങ്ങിയിട്ടുണ്ട്. ജോർജി, ഞാനിവിടെ പറഞ്ഞു വെക്കുന്നു, ഇതിനപ്പുറത്തേക്ക് എന്തൊരു തെളിവ് വേണം? നമുക്കിത് എത്നിക് വാറല്ല, ഇതൊരു റിലീജിയസ് പെർസിക്യൂഷൻ ആണെന്ന് തെളിയിക്കാൻ. ഇത് പ്രതീഷ് വിശ്വനാഥ് അദ്ദേഹം എഴുതിയ ഒരു ലോങ്, വളരെ ദീർഘമുള്ള
നീളമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ലാസ്റ്റ് പാരയാണ് ഞാൻ വായിക്കുന്നത്. ഇനി അത് ഞാൻ മൊത്തം വായിക്കാത്തതിന്റെ പേരിൽ ഒരു വിമർശനം ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞത്. എന്താണ് ഇതിന്റെ പുറകിലുള്ളത്? ഇനി രണ്ട്, ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ ആമുഖത്തിൽ പറഞ്ഞു, അവിടെ ഈ സ്മാർട്ട് സിറ്റി, ഇംഫാൽ വാലിയെ സ്മാർട്ട് സിറ്റി ആക്കി മാറ്റുന്നതിന് വേണ്ടുന്ന ഒരു സർവേയുടെ പേരിൽ അവിടുത്തെ ഭവനങ്ങളിൽ കയറി ഇറങ്ങി റെഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഈ മെയ്തേയി സമൂഹം തന്നെ, മെയ്തേയി ക്രൈസ്തവരായിട്ടുള്ളവരുടെ വീടുകളിൽ കയറി ഇറങ്ങി അവിടെ ക്രോസ് മാർക്കറ്റ്, റെഡ് മാർക്കറ്റ്, ആ മാർക്കറ്റ് ഭവനങ്ങൾ മാത്രമാണ് ആക്രമിക്കപ്പെട്ടത്. ആ മാർക്കറ്റ് ചർച്ചുകൾ മാത്രമാണ് ആക്രമിക്കപ്പെട്ടത്. ഇനി കുക്കി ഭൂരിപക്ഷ മേഖലയിലേക്കാണെങ്കിലും അവിടെ ആ വില്ലേജുകളോട് ചേർന്ന് എവിടെയെങ്കിലും റെഡ് മാർക്ക് കണ്ടാൽ ഇന്ന് ആ ഗ്രാമങ്ങൾ വിട്ട് അവിടുത്തെ ജനങ്ങൾ ഓടുകയാണ്. കാരണം അവർക്കറിയാം. ഒരു വ്യക്തതയ്ക്ക് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. നമുക്ക് ഈ മെയ്തേ വിഭാഗത്തിന്റെ ഒരു ഒറിജിൻ, ഈ സനാ മഹിസം, ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ആചാരമാണ്. അപ്പോൾ ഈ മെയ്തേ വിഭാഗത്തിന്റെ ഇടയിൽ ഈ ക്രിസ്ത്യാനിറ്റി വളരെ വേഗത്തിൽ സ്പ്രെഡ് ആകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ മെയ്തേ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മെയ്തേ പ്രൈഡ് തിരിച്ചുപിടിക്കാൻ ഈ മെയ്തേ കമ്മ്യൂണിറ്റി തന്നെയുള്ള ചില എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒരു ഗൂഢാലോചന ആയിക്കൂടെ ഇത്തരത്തിലുള്ള ഈ കലാപം അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് നേരെ നടന്ന ഈ സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണം? സ്വാഭാവികമായും പലരും അത്തരത്തിലൊരു സംശയം ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ജോർജ് ഞാൻ അതിലേക്ക് വരാം. അതായത് ഈ മെയ്തേ എന്ന് പറയപ്പെടുന്നത് ഒരു ഗോത്രമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഗോത്രമല്ല, അവര് ഒരു സമൂഹമാണ്, വൈഷ്ണവ സമൂഹമാണ്, ആ ക്ഷത്രിയ സമൂഹമാണ്. ആ സമൂഹം എങ്ങനെയാണ് അങ്ങനെ ആയിത്തീർന്നത്? ഇവർ സനാമഹിസം പിന്തുടരുന്നവരായിരുന്നു. സനാമഹിസം പിന്തുടരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഈ മണിപ്പൂരിലുണ്ടായിരുന്നത്. ആ മണിപ്പൂർ ദേശത്തേക്ക് 18ാം നൂറ്റാണ്ട് ആരംഭത്തിൽ കടന്നു വന്ന വെസ്റ്റ് ബംഗാളുകാരനായ ഒരു സന്യാസിയിലൂടെ രൂപപ്പെട്ട ഹൈന്ദവ സമൂഹം എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യത്തെ ഒരു കൺവേർഷൻ നമ്മുടെ നാടൻ അവരുടെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൺവേർഷൻ നടത്തുന്നവരെന്ന് ആരോപിക്കുന്നവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യത്തെ കൺവേർഷൻ നടന്നത് ആ ബംഗാളിൽ നിന്ന് വന്ന സന്യാസിയിലൂടെയാണ് അവിടെ നടത്തപ്പെടുന്നത്. അങ്ങനെ ഹിന്ദുയിസത്തിലേക്ക് വന്ന ഒരു വിഭാഗം അവിടെ നിൽക്കുമ്പോൾ സനാമഹിസം പിന്തുടരുന്ന വലിയൊരു വിഭാഗവും ഈ മെയ്തേ സമൂഹത്തിനിടയിലുണ്ട്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല, ഉണ്ട്. ഇനി അങ്ങനെയുള്ള ആ സമൂഹത്തിനിടയിലേക്ക് ഈ ക്രൈസ്തവ മിഷണറിമാരുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അനേകർ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വരികയും ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരിലും ഒരു 10 to 15% ക്രൈസ്തവ വിശ്വാസികളുണ്ട്. അതും വസ്തുതയാണ്, ആർക്കും തടയാൻ പറ്റില്ല. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഒരു വർഗീയതയിലേക്ക് പോകുന്നത്? ഞാൻ അത് മാത്രം ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇതെങ്ങനെയാണ് ഒരു വർഗീയതയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജോർജ് പറഞ്ഞതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വളർച്ച ദ്രുതഗതിയിലാണ്, വളരെ വേഗത്തിലാണ് അവിടെ. അപ്പൊ ഈ വേഗത്തിലുള്ള വളർച്ചയെ രണ്ടു കൂട്ടരും ഒരേപോലെ ഭയപ്പെടുന്നുണ്ട്. ഒന്ന്, ഈ ഹിന്ദു വിശ്വാസം പിന്തുടരുന്ന സനാമയിസ്റ്റുകളായിരുന്ന മൈതേക്കാരും സനാമയിസം മുറുകെ പിടിക്കുന്ന ഇന്നത്തെ യുവജനങ്ങളും. ഈ രണ്ട് കൂട്ടരും ആരെ ഭയപ്പെടുന്നു? ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ വളർച്ചയെ ഭയപ്പെടുന്നു. അതിനകത്ത് കൂടുതൽ ഈ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസം പിന്തുടരുന്ന മൈതേ സമൂഹത്തെ കൂടുതൽ അപകടത്തിലേക്കും കൂടുതൽ അവരെ എതിർപ്പിലേക്കും നയിക്കാൻ കാരണം ഈ സനാമയിസം പിന്തുടരുന്ന നല്ലൊരു യുവജന വിഭാഗങ്ങള്, മൈതേ സമൂഹത്തിലെ വിദ്യാഭ്യാസം നേടിയ നല്ലൊരു വിഭാഗം ഈ ഹിന്ദു സമൂഹത്തിൽ നിന്ന് മാറി അവര് സനാമയിസം പ്യൂർലി ഫോളോ ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ അതിന് വേണ്ടുന്ന മൂവ്മെന്റുകളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ക്രിസ്ത്യാനിറ്റി ഒരു സൈഡിൽ വളരുന്നു, മറു സൈഡിൽ സനാമയിസത്തിലേക്ക് ഹിന്ദു വിശ്വാസത്തിൽ നിന്നും ആളുകൾ ഒഴുകുന്നു. ഇതിന് രണ്ടിന്റെയും നടുവിൽ ഈ ഹിന്ദു മൈതേ സമൂഹം അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവര്, അവരുടെ കീഴിലുള്ള മിലിറ്റന്റ് ഗ്രൂപ്പ്സ് നാളുകളായിട്ട് ഇന്ത്യയിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം പോലും നേടി പുതിയൊരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്ന വിഭാഗം അവര് സ്വാഭാവികമായിട്ടും അസ്വസ്ഥപ്പെട്ടു. ആ അസ്വസ്ഥതയിൽ നിന്നും അവർ രക്ഷപ്പെടാൻ വേണ്ടി പതിറ്റാണ്ടുകളായിട്ട് ശ്രമിക്കുന്നുണ്ട്. പല നിയമങ്ങൾ കൊണ്ടുവന്നു. അവിടുത്തെ കൾച്ചർ തന്നെ ഈ മണിപ്പൂരിന്റെ കൾച്ചർ മൈതേയികളുടെ കൾച്ചറാണ്. മൈതേയികൾ എന്നാൽ മണിപ്പൂരിയൻസ് ആണ്, മണിപ്പൂരിയൻസ് എന്നാൽ മൈതേരിയൻസ് ആണെന്ന് പറഞ്ഞൊരു കൾച്ചറൽ പോളിസിയൊക്കെ സ്റ്റേറ്റ് കൊണ്ടുവരികയും അതിനെ 33ഓളം വരുന്ന ഈ ഗോത്രവർഗക്കാര്, നമ്മൾ വിചാരിക്കരുത് അവിടെ നാഗായും കുക്കികൾ മാത്രമുള്ളൂ, അല്ല, 33ഓളം ഗോത്ര വിഭാഗങ്ങളുണ്ട് അവിടെ. ഈ 33ഓളം വരുന്ന ഗോത്ര വിഭാഗങ്ങൾ ശക്തമായിട്ട് എതിർത്തു. പിന്നീട് ഈ കുക്കികളും നാഗാസും അല്ലെങ്കിൽ 33
ഈ ഈ ഈ ആദിവാസി ഗോത്ര സമൂഹങ്ങൾ താമസിക്കുന്ന മലയോര മേഖലയിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ അവിടെ ആധിപത്യം ഉറപ്പിക്കാൻ ഈ മൈതേ സമൂഹം ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഭരിക്കുന്ന ഗവൺമെന്റിനെ കൂട്ടുപിടിച്ച് ധാരാളം നിയമനിർമ്മാണങ്ങൾ നടത്തി. ആ നിയമനിർമ്മാണങ്ങളൊക്കെ ഈ പറയുന്ന 33ഓളം വരുന്ന ഈ ട്രൈബൽ ഗ്രൂപ്പ്സ് ഒന്നിച്ചു നിന്നാണ് എതിർത്തത്. ഈ അതിന്റെ എല്ലാം എന്ന് പറഞ്ഞാൽ നാളുകളായിട്ട് ഇവരിങ്ങനെ ഒരുക്കി കൂട്ടിക്കൊണ്ട് വന്നിരുന്ന ഒരു ഈ മലയോര മേഖല, ഈ ഹിൽ ഏരിയ പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഇവര് ഇതിനെ ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ വളർന്നു വരുന്ന ക്രിസ്ത്യാനിറ്റിയെ, അത് മലയോര മേഖലയിൽ എന്തുകൊണ്ട് കുക്കികൾ നാഗാസും ഇത്ര എതിർക്കുന്നത്? അവർക്ക് വിദ്യാഭ്യാസം കിട്ടി, അവരുടെ സംസ്കാരം മാറി, അവര് കഞ്ചാവ് പോപ്പി പ്ലാന്റേഷൻ നിന്നും അവര് മാറി, അവര് നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങുന്നു, അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു. ഇപ്പോഴത്തെ അവിടുത്തെ DGP അടക്കം കുക്കിയാണ്. അങ്ങനെ ഉന്നത തൊഴിൽ മേഖലകളിലേക്ക് അവർ വരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഈ അപ്പർ ക്ലാസ് എന്ന് പറയപ്പെടുന്ന ക്ഷത്രിയ വിഭാഗം എന്ന് പറയപ്പെടുന്ന ഈ വലിയ സമൂഹത്തിന് ഈ ആദിവാസികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ മുമ്പിൽ പോയി നിൽക്കാൻ മടി. അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞു. ഇതിനെല്ലാം കാരണം ക്രിസ്ത്യാനിറ്റിയാണ്. അവിടെ ക്രിസ്ത്യാനിറ്റി വളരുന്നു, നമ്മുടെ വിദ്യാഭ്യാസം കിട്ടുന്നു, ഈ കുക്കികൾ അവരുടെ പ്രാകൃത ജീവിത രീതികളിൽ നിന്ന് മാറുന്നു, അവർ സംസ്കാരം മാറി വരുന്നു. സൗബീനം പോലും എടുക്കാതെ നടന്നിരുന്ന ആളുകളെ തുണി എടുക്കാൻ പഠിപ്പിച്ചു. അതിലുപരി അവിടുത്തെ അടിമകളായിട്ട്, അവിടുത്തെ മേലാളന്മാരുടെ അടിമകളായിട്ട് ഇൻഫാൽ വാലിയിലെ മറ്റും പാടങ്ങളിലും അവരുടെ പറമ്പുകളിലും പണിയെടുക്കാൻ വിധിക്കപ്പെട്ടിരുന്ന ഈ സമൂഹത്തെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് തൊഴിൽ മേഖലകൾ കൈപിടിച്ചുയർത്തി അവരുടെ ജീവിത രീതി മാറി. ഇന്നും ഈ ഗോത്ര സമൂഹങ്ങളെല്ലാം അവരുടെ ഏറ്റവും വലിയ വീടുകള് വലിയ ടിൻ ഷീറ്റ് കൊണ്ട് മറച്ച വീടുകളാണ്. അതിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നെങ്കിലും അതിന്റെ ഉള്ളിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് ജീവിക്കാൻ അവർ പഠിച്ചു. അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലേക്ക് അവർ പ്രാമുഖ്യത്തിലേക്ക് വരുന്നു. അവരുടെ കൾച്ചർ മാറി. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു മാറ്റം ഈ സമൂഹത്തെ അസ്വസ്ഥപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഈ അപ്പർ ക്ലാസ് സമൂഹത്തെ അസ്വസ്ഥപ്പെടുത്തി. അതിന്റെ ഭാഗമായിട്ട് അവിടെ അവര് ലക്ഷ്യം വെക്കുന്നത് ഇവിടെ ക്രിസ്ത്യാനിറ്റി ഇല്ലാതാകണം. ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. എന്തുകൊണ്ട് നാഗാസിനെ അവര് ലക്ഷ്യം വെക്കുന്നില്ല? നാഗാസിനെയും കൂടെ ലക്ഷ്യം വെച്ച് നാഗാസും ഈ കുക്കികളും മൈത്തേ ക്രിസ്ത്യൻസും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാൻ പോകുക എന്ന് വളരെ മനോഹരമായിട്ട് നന്നായിട്ട് നമ്മളെക്കാളൊക്കെ ഹോംവർക്ക് ഈ കാര്യത്തിൽ വർഷങ്ങളായിട്ട് നടത്തിയ ഭരണകൂടത്തിന് അറിയാം, അവിടുത്തെ ഭരിക്കുന്ന സർക്കാരിനറിയാം. നാഗാസിനെ, പ്രോമിനന്റ് ആയിട്ടുള്ള നാഗാസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കുക്കികളും മൈത്തേ ക്രിസ്ത്യൻസും കൂടെ സംഘടിതമായിട്ട് ആ ക്രൈസ്തവ വേട്ടയ്ക്കെതിരെ, ഈ ജനൂസൈഡിനെതിരെ സംഘടിച്ചു കഴിഞ്ഞാൽ മണിപ്പൂരിലെ കലാപം ഒരു ദിവസം കൊണ്ട് തീർന്നേനെ. ശ്രീ ജസ്റ്റിൻ, ഈ നാഗ വിഭാഗം ഇപ്പോൾ ഈ രണ്ട് കൂട്ടർ കലാപത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് പാർട്ടീസ് മെയ്തി കുക്കി വിഭാഗമാണ്. അപ്പോൾ തീർച്ചയായും ഒരു മധ്യസ്ഥ ശ്രമത്തിന് അല്ലെങ്കിൽ ഈ ഒരു സമാധാനം സംജാതമാക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ റോള് ഈ നാഗ കമ്മ്യൂണിറ്റിക്കുണ്ട്. അവർ തീർച്ചയായും കലാപത്തെ അപലപിച്ചിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ക്രിട്ടിക്കൽ റോള് ഈ ഒരു ഘട്ടത്തിൽ ഈ നാഗ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് അവർ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ നടത്താനുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്വം ഈ നാഗ കമ്മ്യൂണിറ്റിക്കില്ലേ? പക്ഷെ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല ശ്രീ ജസ്റ്റിൻ? ജോർജ്, അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അവര് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഞങ്ങൾ വിസിറ്റ് ചെയ്തതിൽ പല സ്ഥലത്തും ഈ മൈത്തൈ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളുകൾക്കും ഈ കുക്കി ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാം അഭയം നൽകുന്ന നല്ലൊരു ശതമാനവും അഭയകേന്ദ്രങ്ങൾ ഈ നാഗാസാണ് നടത്തുന്നത്. ഇനി ഏകദേശം 10ഓളം പ്രതിപക്ഷ സംഘടനാ നേതാക്കന്മാരും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുള്ള നേതാക്കന്മാരും ട്രൈബൽ ലീഡേഴ്സും ഡൽഹിയിൽ പോയി 10 ദിവസത്തോളം തമ്പടിച്ചു കിടന്നു. അവിടെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് കാണാൻ. ആ കൂടെ ഈ നാഗാസും ഉണ്ടായിരുന്നു, നാഗ ട്രൈബ്സിന്റെ ലീഡേഴ്സും ഉണ്ടായിരുന്നു. കാരണം അവർക്കറിയാം ഞങ്ങൾ നേതൃത്വം എടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരത് ഇനിഷ്യേറ്റീവ് എടുക്കാൻ മുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്ന് കാണാൻ, അവരൊന്ന് കേൾക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ എന്തിന് സംസ്ഥാനത്തെ ചീഫ് മിനിസ്റ്റർ പോലും തയ്യാറാവാതെ വന്നതാണ് ഈ ദുരന്തത്തിന് മുന്നോട്ട് പോകാനുള്ള കാരണം. ജോർജ്, ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഇതൊക്കെ പറയും, ഈ ഹിൽ ഏരിയയില് ഈ മൈത്തേ സമൂഹം വാലിയിൽ മാത്രമുള്ളൂ, അവർ ഹിൽ ഏരിയയിൽ ഇല്ല എന്ന് പറയും. അത് അബ്സല്യൂട്ട്ലി തെറ്റാണ്. അതും പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഈ ഹിൽ ഏരിയയിലെ ചില പർട്ടിക്കുലർ മേഖലകളിൽ ഇവർക്ക് കൃത്യമായ നിയമമുണ്ട്. ആ നിയമത്തിന്റെ സഹായത്തോടു കൂടി ചില കോളനികൾ, മൈത്തേ കോളനികളുണ്ട്. ഈവൻ ചർച്ചാമ്പൂർ ഉണ്ടായിരുന്നു, അതുപോലെ ചർച്ചാമ്പൂർ ഉണ്ടായിരുന്നു, തെങ്കോൽപൂർ ഉണ്ടായിരുന്നു, മോറയിൽ ഉണ്ടായിരുന്നു, കാൻപോക്കിലൊക്കെ ഉണ്ട് ചെറിയ വില്ലേജുകൾ. ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ അനുമതിയോടുകൂടി തന്നെ അവിടെ ഡിസ്ട്രിക്ട് കൗൺസിലിന്റെയും ഡിസ്ട്രിക്ട് കമ്മീഷണറേയും അനുമതിയോടുകൂടി നിയമപരമായിട്ട് അവർക്ക് ജീവിക്കാം. അവരവിടെ എല്ലാം ഉണ്ടായിരുന്നു. അവരവിടെ ഇത്രയും കാലം സേഫ് ആയിട്ട് ജീവിച്ചിരുന്നേ. അവരെല്ലാം സേഫ് ആയിട്ട് ജീവിച്ചിരുന്നേ.
ആ അങ്ങനെ ഉണ്ടായിരുന്ന ആളുകളുടെ അവിടെ മൈത്രി ഹൈന്ദവ സമൂഹം ജീവിച്ചിരുന്ന സ്ഥലത്തും അവിടെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. ആക്രമിക്കപ്പെട്ടതെല്ലാം അവരുടെ അടുത്തേക്ക് വരുന്ന ഈ വാലിയിൽ നിന്നും ട്രക്കുകൾക്കും വലിയ പിക്കപ്പ് വാനുകൾക്കും ഒക്കെ വരുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും അടങ്ങുന്നു. ഞങ്ങളെ ഒരു 500-600 വരുന്ന മെയ്തേയ് സ്ത്രീകൾ ഞങ്ങളെ വളഞ്ഞതാ. ഞങ്ങളും അത്ഭുതകരമായി രക്ഷപ്പെട്ടതാ. ഞങ്ങൾക്കറിയാം കൃത്യമായിട്ട് അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മിനിസ്റ്റർമാർ പോയപ്പോൾ, MP-മാരല്ല, MP-മാര് ഈ കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയും ചാഴികാടൻ MP-യും അവിടെ പോയപ്പോൾ അവരും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്. അവരുടെ വാഹനമടക്കം മെയ്തേയ് സ്ത്രീകൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിപ്പെട്ട് നിൽക്കുമ്പോൾ ഇവിടെ ക്രൈസ്തവരെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല. ഒരു അമ്പലം തകർക്കപ്പെടുന്നില്ല, ഒരു സർക്കാർ സ്കൂളുകൾ തകർക്കപ്പെടുന്നില്ല, ഒരു ഓഫീസുകൾ തകർക്കപ്പെടുന്നില്ല, ഒരു വണ്ടി തകർക്കപ്പെടുന്നില്ല, ഒരു സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്ഥാപനം തകർക്കപ്പെടുന്നില്ല. നമ്മുടെ ആൻഡോ അക്കര മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ ഒരു ക്യാമറയൊക്കെ ആക്രമിക്കപ്പെട്ടത് ഈ ഒരു പ്രക്ഷോഭകാരികളുടെ ഒരു ഇടപെടലിന്റെ ഒക്കെ ഒരു ഫലമായിട്ടാണ്. അദ്ദേഹത്തിന്റെ ക്യാമറയൊക്കെ ഇരു വിഭാഗത്തിൽ നിന്നും ഈ അറ്റാക്സ് നടക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തുനിന്നുണ്ട്. ഇല്ല എന്നല്ല, ഈ കുക്കികളുടെ ഭൂരിപക്ഷമുള്ള മേഖലയിലേക്ക് കയറണമെങ്കിൽ അവരും നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ട്. അവരും ചെക്ക് ചെയ്തിട്ട് തന്നെ കടത്തിവിടുന്നത്. പക്ഷെ നമ്മൾ അവിടെ ക്രൈസ്തവരാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർ നമ്മളെ കടത്തിവിടുക. ഓക്കെ. ഞാൻ തിരിച്ചു വരാം ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ. ശ്രീ കെവിൻ പീറ്റർ, പ്രത്യേകിച്ച് ഈ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പ് കാസയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. മണിപ്പൂർ വിഷയം കേരളത്തിലെ സഭാ നേതൃത്വവും പുരോഹിതരും ഹൈജാക്ക് ചെയ്യപ്പെടരുത്. ഈ മണിപ്പൂർ കലാപത്തിന്റെ ഒരു ആരംഭ ആഴ്ചകളിൽ ഇതൊരു ഗോത്ര കലാപം ആണ് എന്ന രീതിയിലാണ് ക്രൈസ്തവ വിഭാഗത്തിന്റെ ഇടയിൽ ഒരു ധാരണ പരന്നിരുന്നത്. അത്തരത്തിലുള്ള പല പ്രതികരണങ്ങളും നമ്മുടെ സഭാ മേലധ്യക്ഷന്മാർ നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഒരു 2-3 ആഴ്ച പിന്നിട്ടതിന് ശേഷം തീർച്ചയായും ഇതിൽ ഒരു വർഗീയ എലമെന്റ് ഉണ്ട്. ക്രൈസ്തവരെ വ്യക്തമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ഒപ്പം തന്നെ ശ്രീ ഫാദർ ജോൺസണും ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കലും സൂചിപ്പിച്ചതുപോലെ മെയ്തേയ് ക്രിസ്ത്യൻസ് എന്തുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു, അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ളൊരു ആശങ്കകൾ നമ്മുടെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പങ്കുവച്ചു. വിവിധ രൂപതകളിൽ മണിപ്പൂർ ജനതയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് റാലികളും ജപമാല പ്രാർത്ഥനകളും ഒക്കെ നടത്തപ്പെടുന്നു. ഈ ദിവസങ്ങളിലൊക്കെ അത് കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കാസ പോസ്റ്റ് ചെയ്യാൻ ഇടയായത്? മണിപ്പൂർ വിഷയം കേരളത്തിലെ സഭാ നേതൃത്വവും പുരോഹിതരും ഹൈജാക്ക് ചെയ്യപ്പെടരുത്, മണിപ്പൂർ ഉപജീവന മാർഗമാക്കി മാറ്റിയവരുടെ മണിപ്പൂരിന് വേണ്ടി മുതലക്കണ്ണീർ ഒടുക്കുന്ന കേരളത്തിലെ കപട രാഷ്ട്രീയ കരടക്കണികളിൽ നിങ്ങൾ വീഴരുത്. ഏത് സാഹചര്യത്തിലാണ് അത്തരത്തില ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ ഇടയായത്? ശ്രീ കെവിൻ പീറ്റർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. ശരിക്കും നമ്മൾക്ക് ഈ കേരളത്തിലെ ഈ വിവരങ്ങൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവിടെ സേവനമനുഷ്ഠിക്കുന്ന വൈദികർ, പ്രത്യേകിച്ച് കത്തോലിക്ക വൈദികർ, അവിടെ ഇപ്പോൾ ആ ഒരു പ്രക്ഷുബ്ധമായ ആ ഒരു സ്ഥലത്ത് സേവനം ചെയ്യുന്ന മലയാളികളായിട്ടുള്ള സൈനികർ, ഫ്രീലാൻഡ് ആയിട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകർ, മറ്റു മാധ്യമ പ്രവർത്തകർ, ഇവരിൽ നിന്നൊക്കെ നമ്മൾക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോ ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് തുള്ളേണ്ടവരല്ല ക്രൈസ്തവ മത പുരോഹിത നേതൃത്വം. അവർ ഇച്ചിരി ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടവരാണ്. എല്ലാവരും ചെയ്യുന്നല്ലോ, എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നു, ഞാൻ അതിനനുസരിച്ച് പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ടവരല്ല കേരളത്തിലെ ക്രൈസ്തവ മതം. അത് കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് വിശകലനം ചെയ്തു അതിനനുസരിച്ചിട്ട് വേണം അവർ പ്രതികരിക്കാൻ. അല്ലാതെ ഒഴുക്കിനനുസരിച്ച് നീന്തരുത്. അതുകൊണ്ടാണ് കൃത്യമായ വിവരങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് അത്തരത്തിൽ ഒരു നിലപാട് ഞങ്ങൾ പുറത്തുവിട്ടു. പിന്നെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ജോൺസൺ അച്ഛനും ജസ്റ്റിനും ഒക്കെ ഈ നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ പ്രേക്ഷകരോടും മറ്റു ചാനലുകളിലൂടെയും മറ്റു പല വേദികളിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എനിക്ക് മുഴുവനായിട്ട് പറയാനുള്ള ഒരു സാവകാശം നിങ്ങൾ എനിക്ക് തരണം. കാരണം പറയുന്നത് ഇവിടെ പുറത്തു വരുന്നതെല്ലാം അസത്യങ്ങളും അർദ്ധസത്യങ്ങളും മാത്രമാണ്. ഇവിടെ ഈ ഒരു വർഗീയ പ്രശ്നമാണ് എന്നത് മാറ്റിയെടുക്കാനായിട്ട് ഒരു പ്രൊപ്പഗണ്ട ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ആർക്കാണ് നേട്ടം എന്ന് ഇതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന, നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ഏതൊരു മലയാളിക്കും കൃത്യമായി മനസ്സിലാവും. കാരണം ഇപ്പോ കേരളത്തിൽ നിന്ന് മണിപ്പൂരിലേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ ഇടേണ്ട അവസ്ഥയാണ്. കാര്യം രാഷ്ട്രീയക്കാരെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികളോട് ഒടുങ്ങാത്ത സ്നേഹമാണ്. എന്തൊരു സ്നേഹമാണ്!
ഇവിടെ ഇപ്പൊ ഇത് നടത്തുന്നു, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നൈറ്റ് മാർച്ച്, ഡേ മാർച്ച്, ഭയങ്കര ബഹളമാണ്. ഇതിന്റെ കൂട്ടത്തിൽ സൈഡായിട്ട് നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിക്കൂടായിരുന്നു. അതിനവർക്ക് താല്പര്യമില്ല. നൈജീരിയയുടെ കാര്യത്തിൽ ഒരു ത്രില്ലില്ല. അപ്പൊ ഇതാണ് ഇവർക്ക് വർഗീയതയായിട്ട് ചിത്രീകരിക്കേണ്ടത്. അതുകൊണ്ട് നേട്ടം അവർ മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം അവർ നടത്തുന്നത്. അപ്പൊ അതിനെ കൂടുതൽ അങ്ങോട്ട് വളർത്തരുത്. കാര്യം പറഞ്ഞാൽ അത് ഒരു നാടിന് ചേർന്നതല്ല, അതൊരു ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല, ഒരു ക്രിസ്ത്യൻ സമുദായത്തിന് ചേർന്നതല്ല, നമ്മുടെ വിശ്വാസങ്ങൾക്ക് ചേർന്നതല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ചരിത്രത്തിലേക്ക് ചെറുതായിട്ടൊന്ന് വരാം. കാര്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ് ജ്യുവൽ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ രത്നമെന്നാണ് മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത്. ആ മണിപ്പൂർ ഇന്നല്ല, കഴിഞ്ഞ കുറെ കാലങ്ങളായി. ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പൊ മോദി അധികാരത്തിൽ വന്നതിന് ശേഷമോ അല്ലെങ്കിൽ പുതിയ BJP ഗവൺമെന്റിൽ വന്നതിന് ശേഷമോ ആണ് ഇവിടെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായത്. ഒരിക്കലുമല്ല. ഇത് നെഹ്റുവിന്റെ കാലം തൊട്ട് തന്നെ, അതായത് 1949 ലിസ്റ്റിൽ ഈ മെയ്തി വിവാഹം ഉണ്ടായിരുന്നു. തിരിച്ച് 1951 ആ ലിസ്റ്റ് വരുമ്പോൾ അവർ പുറത്താക്കപ്പെട്ടു. അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. 1958 ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് ആഫ്സ്പ, അത് 1958 ഇട്ടത്. അപ്പൊ അതെന്നാണ് പിൻവലിച്ചത്? കഴിഞ്ഞ 19 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ അത് പിൻവലിക്കപ്പെട്ടത് കഴിഞ്ഞ ഏപ്രിലാണ്. ശ്രീ കെ വി, ഞാനൊന്ന് ഇടപെടെ ഒരു വ്യക്തത വരുത്തിയിട്ടൊന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങ് പറഞ്ഞു ഈ മണിപ്പൂരിന് ഒരു കലാപത്തിന്റെ ഒരു ചരിത്രം തന്നെയുണ്ട്. പക്ഷേ നമ്മുടെ ക്രൈസ്തവ സഭാ നേതൃത്വവും ഒക്കെ ആശങ്കപ്പെടുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഇത്രത്തോളം രൂക്ഷമായി നമ്മുടെ ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നോ? ഇത്രത്തോളം ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പോ ഇപ്പൊ നമ്മൾ ഇതിനെ കാണേണ്ടത് ഹിന്ദു ക്രിസ്ത്യൻ വർഗീയതയായിട്ടല്ല കാണേണ്ടത്. നമ്മളുടെ സഹോദരങ്ങൾ തമ്മിലടിക്കുന്നതായിട്ടാണ് കാണേണ്ടത്. പക്ഷെ ഇവിടെ ചിലർക്ക് ആവശ്യം ഹിന്ദു ക്രിസ്ത്യൻ ഒരു വർഗീയതയായിട്ട് മാറ്റാനാണ് ഇവിടെ ചിലർക്ക് ആഗ്രഹിക്കുന്നത്. അവർ ശ്രമിക്കുന്നു. ശരിക്കും പറഞ്ഞാല് ഇപ്പം നമുക്ക് കുക്കികൾക്ക് പ്രത്യേകമായിട്ട് ഇപ്പം അവരെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ആനുകൂല്യങ്ങളുണ്ട്. അപ്പൊ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു പ്രശ്നമാണ് ഇവിടെ ഒരു കലാപത്തിൽ എത്തി നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് BC 4-ാം നൂറ്റാണ്ട് മുതലാണ് ഇൻഡോ ആര്യന്മാര് മണിപ്പൂർ താഴ്വരയിൽ വന്ന് താമസം തുടങ്ങിയത്. അതായത് ഈ ഹിന്ദുമതം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മണിപ്പൂരികള് കാംഗ്ലി പാക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ മെയ്തേയ് എന്നറിയപ്പെടുന്ന ഒരു ജനതയെ, ഇവിടെ ഇവരുടെ മതം എന്ന് പറയുന്നത് ഇപ്പൊ ജോൺസൺ അച്ഛൻ പറഞ്ഞ പോലെ സനാതനിസമയ. അതുപോലെ തന്നെ ഈ മെയ്തേയ് ലാംഗ്വേജ് ആണ് മണിപ്പൂരി ലാംഗ്വേജ് ആയിട്ട് അറിയപ്പെടുന്നത്. അത് 2000 വർഷത്തെ പഴക്കം ആ ഭാഷയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ പെടുത്തിയിട്ട് ഈ മെയ്തേയ് ഭാഷ നമ്മുടെ രാജ്യത്തിന്റെ 22 ഔദ്യോഗിക ഭാഷകളിൽ ഒരെണ്ണമാണ്. പക്ഷെ അവിടെ ഹിന്ദുമതം കടന്നു വരുന്നത് എന്ന് പറയുന്നത് 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് മെയ്തികൾക്കിടയിലേക്ക് ഹിന്ദുമതം എത്തുന്നത്. അതായത് ബംഗാൾ സുൽത്താന്റെ പീഡനത്തെ തുടർന്ന് അവിടുന്ന് പലായനം ചെയ്തു വന്ന വൈഷ്ണവ സന്യാസിമാരുടെ അനുയായികളാണ് അവിടെ ഈ മെയ്തികളെ ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ തുടക്കമിട്ടത്. അതിനോടൊപ്പം തന്നെ 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മണിപ്പൂരിലെത്തിയ ഹിന്ദു മിഷണറി ആയിട്ടുള്ള ശാന്തിദാസ് ഗോസായി, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ മെയ്തികളുടെ വിശുദ്ധ ഗ്രന്ഥമായ പൂയ കത്തിക്കുകയും ഹിന്ദുക്കളെ ഓപ്പൺ ആയിട്ട് പരിവർത്തനം നടത്തുകയും ചെയ്തു. അങ്ങനെ പരിവർത്തനം നടത്തി വന്നപ്പോഴത്തേക്കാണ് ഇവിടുത്തെ രാജാവും ഹിന്ദുമതം സ്വീകരിച്ചു. അങ്ങനെ ആ രാജാവ് തന്റെ പ്രജകളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എല്ലാവരും ഹിന്ദുമതം സ്വീകരിക്കണം. അങ്ങനെ ഈ മെയ്തികളിൽ ഭൂരിഭാഗവും ഹിന്ദുമതം സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചു വന്നപ്പോഴത്തേക്ക് അവിടെ ചതുർവർണ്ണ വ്യവസ്ഥിതിയോ അല്ലെങ്കിൽ അവിടെ ഇവർ പറയുന്നത് പോലെ ക്ഷത്രിയന്മാരോ ബ്രാഹ്മണരോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഗോത്രത്തിൽ വിവിധ ജോലികൾ ചെയ്തിരുന്നവർ, പൂജ ചെയ്തിരുന്നവർ, ഗോത്രത്തിന്റെ പടയാളികളായിട്ടുണ്ടായിരുന്നവർ, മറ്റ് ജോലികൾ ചെയ്തിരുന്നവർ, അവരുടെ ജോലികൾക്കനുസരിച്ച് ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ അവർ ബ്രാഹ്മണരും ക്ഷത്രിയരുമായി മാറി. അല്ലാതെ അവിടെ ചതുർവർണ്ണ വ്യവസ്ഥിതി മെയ്തികൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. ബേസിക്കലി അവർ മെയ്തി ഗോത്രവർഗ്ഗക്കാരാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുമെന്നായപ്പോഴത്തേക്ക് 1930 മണിപ്പൂർ രാജാവായിട്ടുള്ള ബുദ്ധചന്ദ്ര ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാമെന്ന് സമ്മതം അറിയിക്കുന്നത്. അതിനുശേഷം 1947 നവംബറിൽ അദ്ദേഹം അത് തന്റെ പ്രജകളോട് മണിപ്പൂരിൽ അത് വിളംബരം നടത്തുകയും ചെയ്തു. തന്റെ രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ പോവുകയാണ്. അങ്ങനെ 1949 സെപ്റ്റംബർ 11 ഒരു ലയന കരാറ് ഇന്ത്യൻ യൂണിയനുമായിട്ട് ഒപ്പിട്ടു. അതിന് 1940 ഒക്ടോബർ 15
ഇന്ത്യൻ യൂണിയനിലേക്ക് അവരെ ഔപചാരികമായിട്ട് ലയിക്കുകയും ചെയ്തു, ഈ മണിപ്പൂർ രാജാവ്, മണിപ്പൂർ രാജ്യം. എന്നാല് 1949 മാർച്ചിൽ സർദാർ വല്ലഭായ് പട്ടേൽ നിയോഗിച്ച ഒരു പ്രത്യേക സംഘവുമായിട്ടാണ് രാജാവ് ചർച്ചകൾ നടത്തിയത്. നമുക്ക് ചരിത്രം വളരെ പെട്ടെന്നൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ചരിത്രം ഞാൻ പറഞ്ഞ കാര്യം, ഇതൊക്കെ ഇവിടെ അല്ലാതുള്ള ചരിത്രങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇതിന്റെ യഥാർത്ഥ ചരിത്രം ആർക്കും ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ചരിത്രത്തിൽ തുടങ്ങിയത്. വളരെ പെട്ടെന്ന് ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ ഈ ഗോത്ര വർഗത്തിന്റെ അവരുടെ സ്വഭാവം, അവരുടെ രീതികൾ നിലനിർത്തിക്കൊണ്ട് അവരെ ST/ST ഉൾപ്പെടുത്താം എന്നുള്ളത് ഈ ലയന കരാറിലെ ഒരു നിർദ്ദേശമായിരുന്നു. അങ്ങനെയാണ് ആ ലയന കരാർ ഒപ്പിടുന്നത്. എന്നാൽ 1949 SC/ST പട്ടിക വന്നപ്പോഴത്തേക്ക് മണിപ്പൂരിലെ എല്ലാ ഗോത്ര വിഭാഗവും ആ പട്ടികയിൽ ഉണ്ടായിരുന്നു. തുടർന്ന് 1951 ലിസ്റ്റ് വന്നപ്പോൾ മെയ്തികൾ അതിന് പുറത്തായി. കാരണം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 342 പറയുന്നത് ലിസ്റ്റ് ഉണ്ടാക്കാൻ ഗവൺമെന്റിന് അധികാരം കൊടുക്കുകയാണ്. ആ അധികാരം വെച്ചിട്ടാണ് ഗവൺമെന്റ് ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കാണ് അതില് ഈ മെയ്തി വിഭാഗം പുറത്താകുന്നത്. അങ്ങനെ ഈ പറയുന്ന ആൾക്കാർ ഒരു 10% പ്ലേസിൽ, ഏകദേശം 1800 സ്ക്വയർ കിലോമീറ്റർ വരുന്ന സ്ഥലത്താണ് ഈ മെയ്തികൾ താമസിക്കുന്നത്. ഒപ്പം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഈ മെയ്തി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ ഒരു സ്റ്റാറ്റസ് ലഭിക്കുവാൻ അവർക്ക് അത്ര ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതും ഒരു ഫാക്ടർ അല്ലേ? അതൊരു കാരണം. എല്ലാ വിഭാഗവും ആ ഒരു താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചില്ല. അവിടെ പൂജ അതുപോലുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവർ ഹിന്ദു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്തപ്പോൾ ബ്രാഹ്മണ ഇത് ലഭിച്ചവരുമായ ഒരു ഗോത്രം, ആ ഒരു ഗോത്രം മാത്രമാണ് ഇതിനോട് താല്പര്യം കാണിക്കാതിരുന്നത്. ബാക്കി എല്ലാവരും അതിനെ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്തിരുന്നില്ല. എല്ലാവർക്കും ലഭിക്കുമെന്നാണ് കരുതിയിരുന്നത്, പക്ഷെ അത് കിട്ടിയില്ല. അങ്ങനെയാണ് അവിടം തൊട്ടാണ് ഈ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് തുടങ്ങുന്നത്. 22,000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമുള്ള മണിപ്പൂരിൽ 1800 സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു സമൂഹം ചുരുങ്ങേണ്ടതായിട്ട് വന്നു. അവർക്ക് വേറെ സ്ഥലം മേടിക്കാൻ, വില കൊടുത്ത് മേടിക്കാനോ സ്വന്തമാക്കാനോ ഇതില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ആ പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ അവിടം തൊട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കാണ് 1958 മെയ് 22 ഈ ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് നിലവിൽ വരുന്നത്. അവിടം തൊട്ട് എന്നും പ്രശ്നങ്ങളും പോരാട്ടങ്ങളും തന്നെയായിരുന്നു. ഇതൊന്നും അതുവരെയുള്ള ശാന്തമായിരുന്ന ഒരു ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ലിസ്റ്റിൽ ഇവർ ഒഴിവാക്കുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. പിന്നെ 62 വർഷങ്ങൾക്ക് ശേഷം മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ് 2013 മെയ് 29 ഒരു അസാധാരണമായ ഒരു നീക്കം നടത്തി. അതായത് താഴത്തുനിന്നാണ് മേലോട്ട് വരേണ്ടത്. അതായത് സാധാരണ സംസ്ഥാന സർക്കാരാണ് തങ്ങളുടെ കീഴിലുള്ള പട്ടികവർഗത്തെ ലിസ്റ്റിൽ ഉൾപ്പെടണമെന്ന് കൊടുക്കുകയും അത് മന്ത്രിസഭ ചർച്ച ചെയ്ത് അതിൽ പെടുത്തി അതിന് വേണ്ടുന്ന പ്രത്യേക കമ്മീഷൻ വഴി അതിന് രാഷ്ട്രപതി അംഗീകാരം കൊടുക്കേണ്ടത്. ഇത് അതിന് പകരം എന്തോ തങ്ങൾ ഇനി ഇന്ത്യ ഭരിക്കാൻ പോകുന്നില്ല, തങ്ങൾക്ക് ഇനി അവസരം കിട്ടത്തില്ല, അപ്പോൾ ഇതങ്ങോട്ട് ഇരുന്നോട്ടെ എന്ന് കരുതിക്കൊണ്ട് 62 വർഷങ്ങൾക്ക് ശേഷം മെയ് 29 2014 മോദിയുടെ ഗവൺമെന്റ് വരുന്നത്. 2013-29 ഇത് ഇങ്ങനെ പുറപ്പെടുവിച്ചു. എന്നാലും അത് മണിപ്പൂർ സർക്കാർ നടപ്പിലാക്കിയില്ല. തുടർന്ന് മെയ്തികൾ എന്ത് ചെയ്തു? ഈ നിർദ്ദേശത്തിന്റെ കോപ്പിയുമായിട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി. അപ്പോ ഇപ്പൊ ജോൺസൺ അച്ഛൻ പറയുന്നു ഹർജി നൽകാൻ പാടില്ല, അത് വിധിക്കാൻ പാടില്ല എന്ന് പറയും. അവര് ഹർജി നടത്തി 9 വർഷം നിയമ പോരാട്ടം നടത്തിയതിനു ശേഷമാണ് കഴിഞ്ഞ 2021 മാർച്ച് 27 മണിപ്പൂർ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അങ്ങനെ ഒരു വിധി ചെയ്യുന്നത്. അയാൾക്ക് വിധിക്കാം, പക്ഷെ ആ ഒരു ജഡ്ജി കാണിച്ച ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് 4 ആഴ്ചക്കുള്ളിൽ അത് നടപ്പിലാക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം എന്നാണ് പറഞ്ഞത് ഉൾപ്പെടുത്താനായിട്ട്. ഒരിക്കലും അത് പാടില്ലായിരുന്നു. ജഡ്ജിക്ക് അത്തരത്തിലൊരു ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാണ് വേണ്ടത്. അത്തരത്തിലൊരു ജഡ്ജിക്ക് അതിൻ്റെതായ ഒരു അർഹതയുമില്ല. തുടർന്നാണ് ഇവർ പറയുന്ന മെയ് 3 ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവർ പറയുന്ന പോലെ പീസ് റാലി ഒന്നുമല്ല, അത് പ്രതിഷേധ പ്രകടനം തന്നെയായിരുന്നു. അഖിലേന്ത്യാ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ നടത്തിയ മാർച്ചിലാണ് ഈ പറയുന്ന ഇഷ്യൂ ഉണ്ടായത്. ആ ഇഷ്യൂ എന്ന് പറയുന്നത് തിരിച്ചു പോകുമ്പോഴല്ല ഉണ്ടായത്, അത് ആ മാർച്ച് വരുമ്പോൾ തന്നെയാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. ആ മാർച്ചിന് എതിരെ വന്ന ഒരു വാഹനം, ആ വാഹനം അതിലേക്ക് അവർ സൈഡ് ഒതുക്കി നിർത്തിയില്ല, അത് നടുക്കൂടെ തന്നെ വന്നു, അത് ഇതിലേക്ക് കയറി. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തു, ആ വാഹനം അവർ തകർത്തു, അതിലുണ്ടായിരുന്ന ഒരാൾ തക്ഷണം കൊല്ലപ്പെട്ടു. അതായത് അത്തരത്തിലൊരു കാഷ്വാലിറ്റി നടന്നതായിട്ട്, ഒരു കൊലപാതകം നടന്നതായിട്ട് അതല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്? വാഹനത്തിൽ ആ സമയത്ത് 3ഓളം പേർ അവിടെ ഉണ്ടായ പ്രശ്നത്തിൽ മാത്രം അന്നേ ദിവസം മാത്രം 3ഓളം പേർ കൊല്ലപ്പെട്ടു. പിന്നെ മാർച്ചിന് ശേഷം ഇത്തരത്തില് ഒരു കലാപം അല്ലെങ്കിൽ അക്രമങ്ങൾ ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ മാർച്ചിന്റെ ഇടയിൽ അല്ലെങ്കിൽ മാർച്ച് നടക്കുമ്പോൾ അങ്ങനെ നടന്നതായിട്ടൊരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അതാണ് എടുത്ത് ചോദിക്കാൻ കാരണം.
ഇല്ല, അത്തരത്തിലൊരു റിപ്പോർട്ടാണ് അവിടെ നിന്നുള്ള പട്ടാളക്കാരിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് ഇവിടുത്തെ മലയാളികളായിട്ട് സൈനികരിൽ നിന്ന് ലഭിച്ച ഒരു വിവരം അത്തരത്തിലൊരു സംഭവം നടന്നതായിട്ടാണ്. കാര്യം അവർ ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ തന്നെ ലഭിച്ചൊരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ. പിന്നെ ഈ ഇവരിൽ പറയുന്ന ചർച്ചുകൾ എന്ന് പറയുന്നത്, ഇവർ പറയുന്ന ചർച്ചുകൾ, ആ ചർച്ചുകളിൽ കാത്തലിക് ചർച്ചുകളുണ്ട്, വലിയ ചർച്ചുകളുണ്ട്. ഇതെല്ലാം ഈ 249 ചർച്ചുകളും വലിയ ചർച്ചുകളല്ല. ഇതിൽ ഒറ്റമുറി ചർച്ചുകളുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ പെന്തക്കോസ്ത് പാസ്റ്റർമാർ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു, അവർ അതിൽ തന്നെ താമസിക്കുന്നു, അവിടെ തന്നെ പാചകം നടത്തുന്നു, അതിന്റെ ഹാളിൽ തന്നെ പ്രാർത്ഥന നടത്തുന്നു. അതിനെ നമ്മുടെ നാട്ടിലും പറയുന്നത് ചർച്ച എന്നാണ്, അവിടെയും അതിന്റെ ചർച്ച തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട് ശ്രീ കെ എം പീറ്റർ, നമ്മള് ഈ ഒരു ചർച്ചിന്റെ വലിപ്പം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അതൊരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പമുണ്ട്. അത് ചർച്ച തന്നെയാണല്ലോ. അതെ. അപ്പൊ അവിടെ ഒരു മെയ്തി വിഭാഗത്തിന്റെയോ കുക്കിയുടേതായോ ഒരു വീട് തകർക്കുമ്പോൾ ഒരു ചർച്ചാണ് തകർക്കപ്പെടുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അവിടെ നമ്മൾ ചർച്ച എന്ന് പറയുന്നതും അവർ ചർച്ച എന്ന് പറയുന്നതും മറ്റുള്ളവർ ഒരു വീടായിട്ട് കാണുന്നതും തകർക്കുമ്പോൾ ചർച്ച തകർക്കുന്നാണ് പറയുന്നത്. അതാണ് അവിടുത്തെ സംഭവം. കാരണം ഇത് ഈ ഇംഫാലിലെ ബിഷപ്പ് പറയുന്നുണ്ട് 36 മണിക്കൂറുകൾക്കുള്ളിലാണ് ഇത്രയും ചർച്ചകൾ തകർക്കപ്പെട്ടത്. അപ്പോൾ അത് ഈ പറയുന്നത് പോലെ ഇതെല്ലാം നേരത്തെ നോട്ടഡ് ആണ്, ഇത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അപ്പൊ മനഃപൂർവ്വം തകർത്തതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ആരും പറയാത്ത അല്ലെങ്കിൽ മനഃപൂർവ്വം സൗകര്യപൂർവ്വം മാറ്റിവെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ മെയ്തിയുടെ ഇംഫാൽ വാലിയിൽ കുക്കികളെ വീടും സ്ഥലവും മേടിച്ചിട്ടുണ്ട്, അവർ അതിനിടയിൽ താമസിക്കുന്നുണ്ട്, അവർക്ക് ചർച്ചുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ഇതോടൊപ്പം തന്നെ മെയ്തി വിഭാഗത്തിലെ ക്രിസ്ത്യാനികൾക്കും ചർച്ചുകൾ ധാരാളമുണ്ട്. അപ്പൊ ഈ രണ്ട് കൂട്ടരുടെയും ചർച്ചുകൾ അതിനകത്ത് തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന കണക്കല്ല അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം, അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം 500-ന് മുകളിൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഏകദേശം 200-ന് മുകളിൽ കുക്കികളും മൈത്തികളും രണ്ടു കൂട്ടരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഒരു വിഭാഗം മാത്രമല്ല അവിടെ നശിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്ന പോലെ 200-ഓ 300-ഓ ഒന്നുമല്ല, 500-ന് മുകളിൽ കൊലപാതകങ്ങൾ അവിടെ നടന്നു. മറുസൈഡിൽ ഒരു കാര്യം കൂടിയുണ്ട് ശ്രീ കെ എം പീറ്റർ. ഫാദർ ജോൺസൺ സൂചിപ്പിച്ചു, ഒപ്പം തന്നെ ശ്രീ ജസ്റ്റിൻ പള്ളിവാതിക്കൽ സൂചിപ്പിച്ചു, ഈ വിദ്വേഷകരമായിട്ടുള്ള ചില ലേഖനങ്ങൾ, അത് ഈ RSS ഫാക്ടറീസിൽ നിന്ന് വരുന്ന ചില ലേഖനങ്ങൾ, ഓർഗനൈസർ പോലുള്ള പത്രങ്ങളിൽ വരുന്ന, അത് വലിയൊരു ഒരു റീസൺ കൂടിയല്ലേ ഈ ഒരു കലാപത്തിന് ഒരു സ്പാർക്ക് കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഈ ഒരു കലാപത്തെ വർഗീയമായി ചിത്രീകരിക്കുവാൻ ഇത്തരത്തിലുള്ള ഔട്ട്ഫിറ്റ്സിൽ നിന്ന് വരുന്ന ലേഖനങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടില്ലേ ശ്രീ കെ എം പീറ്റർ? ഇല്ല, അതിനകത്തൊരു കാര്യം പറയാം. ഓർഗനൈസർ പോലെ ഒരു RSSന്റെ മുഖപത്രം അത് എവിടെയാണ് കൂടുതൽ പ്രചരിച്ചിരിക്കുന്നത്? അതൊരിക്കലും ഇതുപോലുള്ള ഒരു ഗോത്ര വിഭാഗത്തിനിടയിൽ ഓർഗനൈസർ പോലൊരു മുഖപത്രം സ്വാധീനം ചെലുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഓർഗനൈസറിന്റെ അവരുടെ നിലപാട് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറികളുടെ പ്രവർത്തനങ്ങളെ തടയുക, ക്രിസ്ത്യാനികളുടെ വ്യാപനത്തെ തടയുക, അത് അവരുടെ ഒരു അജണ്ടയാണ്, അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അതിനെ ഇത് വർഗീയമായിട്ട് ഇതിന്റെ പിന്നിൽ മിഷണറീസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ വൈദികരുണ്ടെന്നോ ഒക്കെ അവരെ സ്വാഭാവികമായിട്ട് പറയും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ പറ്റും, ഈ ഓർഗനൈസറിൽ ഒരു നാഷണൽ മീഡിയ ആണ്, അത്തരത്തിലൊരു ലേഖനം വരണമെങ്കിൽ അവർക്ക് ലോക്കലി അവരുടെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ പറയുന്ന പോലെ ശാഖകൾ, അവിടെ നിന്നുള്ള ഒരു ഇൻപുട്സിന്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിലായിരിക്കില്ല ഇത്തരത്തിലൊരു ലേഖനം വരുന്നത്. അപ്പോൾ തന്നെ ഇത്തരത്തിലൊരു ഇൻപുട്ട് ലഭിക്കണമെങ്കിൽ ഈ ലോക്കലി എത്രത്തോളം ഒരു വിദ്വേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നേരെ ഉണ്ട് എന്നതിന്റെ ഒരു നേർചിത്രം കൂടി ആയിരിക്കില്ലേ ഈ ഒരു ലേഖനം ശ്രീ കെ എം പീറ്റർ? അല്ല, ഒരിക്കലും ഓർഗനൈസറിനെ മണിപ്പൂർ വെച്ചുകൊണ്ടല്ല. ഓർഗനൈസറിന് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ നടത്തുന്ന ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നടത്തുന്ന മതപരിവർത്തനത്തെ എതിർപ്പുള്ളവരാണ്. അവരെങ്ങനെയാണ് വിഴിഞ്ഞ സമരത്തെ കണ്ടത്? അതുപോലെ തന്നെയാണ് മണിപ്പൂരിനെ കാണുന്നത്. അവരുടെ നയം എന്ന് പറയുന്നത് അവർ ഈ കൺവേർഷൻ എതിരുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഇത്തരത്തിലുണ്ടാകുന്ന ഇതുപോലുള്ള പ്രാദേശികമായി രണ്ട് വിഭാഗങ്ങൾ ഒന്നിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം മതം കാണുക അവരുടെ സ്വാഭാവികമാണ്. പക്ഷെ അതുപോലെ ഓർഗനൈസർ പോലെ ഒരു മാധ്യമം ഇതിന് ഒരു പ്രേരണയായെന്നോ അല്ലെങ്കിൽ ഇത് വഹിച്ചെന്നോ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ വരിക. അതായത് ഇവിടെ ആരും പറയാത്തൊരു കാര്യമുണ്ട്. വളരെ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്തു ശ്രീ കെ എം. തീർച്ചയായിട്ടും. അല്ല, എനിക്ക് അത് എന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഈ പറയുന്ന ഈ ഇംഫാൽ വാലിയിൽ 36 മണിക്കൂറുകൾക്കുള്ളിൽ ഇത്രയധികം മെയ്തികളുടെ ചർച്ചകൾ കൂടെ തകർക്കപ്പെട്ടു. ആ ചർച്ചകൾ എവിടെയാണെന്ന് അറിയാവുന്നത് അതിനുള്ളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് കൃത്യമായി അത് സ്കെച്ച് ചെയ്യാൻ സാധിക്കുക. എവിടെയൊക്കെ ഇതുപോലുള്ള വീടുകൾ, പ്രാർത്ഥനാലയങ്ങളാണ് എന്നുള്ളത് കൃത്യമായി അറിയാൻ പറ്റിയ അവർക്കാണ്. അപ്പോൾ ഈ മെയ്തികളുടെ ഇടയിൽ തന്നെ മുസ്ലിങ്ങൾ എത്ര ശതമാനമുണ്ട്? 2011 കണക്കുകൾ പ്രകാരം 8.4
4.0% മുസ്ലിങ്ങൾ അവിടെ ഉള്ളത്. ഈ മുസ്ലിങ്ങൾ എവിടുന്ന് വന്നവരാണ്? അതായത് മുൻപൊരു ഇവിടുത്തെ മണിപ്പൂരി രാജാവ് ബംഗാളി രാജാവുമായിട്ട് യുദ്ധത്തിൽ ഉണ്ടാകുമ്പോൾ അവിടുന്ന് രാജാവിനെയും 1000-ഓളം പടയാളികളെയും യുദ്ധത്തടവുകാരായി പിടിച്ചുകൊണ്ടുവന്ന് ക്രമേണ അവരെ ഈ താഴ്വാരത്ത് താമസിക്കാൻ അനുവദിച്ചിട്ട് അങ്ങനെയാണ് അവിടെ മുസ്ലിങ്ങൾ ആദ്യമായിട്ട് വരുന്നത്. പക്ഷേ ഇവിടുത്തെ 2020-ലെയും 2021-ലെയും മ്യാൻമാറിലെ കലാപത്തിന് ശേഷം, അതുപോലെ തന്നെ ആസാമിൽ NRC നടപ്പിലാക്കിയതിനു ശേഷം, നടപ്പിലാക്കിയപ്പോൾ അവിടുത്തെ ബംഗ്ലാദേശികളും കുറെ റോഹിംഗ്യൻസും എങ്ങനെ കേരളത്തിലേക്ക് വന്നോ അതുപോലെ തന്നെ മ്യാൻമാറിൽ നിന്നും ആസാമിൽ നിന്നും റോഹിംഗ്യൻസും ബംഗ്ലാദേശികളും എല്ലാം തന്നെ ഈ പറയുന്ന ഇംഫാൽ വാലിയിൽ എത്തിയിട്ടുണ്ട്. ആ മുസ്ലിങ്ങളിലൊപ്പം ഉണ്ട്. ഈ 2011-ലെ കണക്കല്ല, അനൌദ്യോഗിക കണക്ക് പ്രകാരം അവര് 10.8%, 10.8% മുസ്ലിംസ് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന അതായത് വായിൽ കോലിട്ട് കുത്തിയാലും പ്രതികരിക്കാത്ത ഈ പറയുന്ന നമ്മുടെ ബുദ്ധ സന്യാസിമാരെ കൊണ്ടുപോലും ആയുധം എടുപ്പിച്ച റോഹിംഗ്യൻസ് മ്യാൻമാറിലെയോ അവർക്ക് വളരെ പെട്ടെന്നാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ സാധിക്കുക. അപ്പോൾ അവരവിടെ വന്ന് തമ്പടിച്ചിട്ടുണ്ട്. അവിടെ മുസ്ലിം ജനസംഖ്യ ഉയർന്നിട്ടുണ്ട്. അവർ ഈ പറയുന്ന കലാപത്തിൽ കൈയും കെട്ടി നിന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഓൾ ഓവർ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് കാഫിറുകളാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ കാഫിറുകളാണ്. ഒരു കാര്യം ശ്രീ കെ പീറ്റർ, അങ്ങ് ഉന്നയിച്ച തരത്തിലുള്ള ഒരു ആരോപണം ഈ കലാപത്തിൽ ഞാൻ പറഞ്ഞു തീരട്ടെ. അതിൽ അവരുടെ പ്രധാനപ്പെട്ട ഓൾ ഓവർ വേൾഡ് അവർ ശത്രുവായി കാണുന്നത്, പൊളിറ്റിക്കൽ ഇസ്ലാം ശത്രുവായി കാണുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പൊ ഇത്തരത്തിലൊരു കലാപം അവിടെ നടന്നപ്പോൾ മെയ്ത്തികളുടെ കൂടെയുള്ള വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഈ ആളുകൾ കൃത്യമായ പങ്ക് അവിടെ വഹിച്ചിട്ടുണ്ട്. അവർ ഈ കലാപകാരികൾക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അതിൽ കൃത്യമായി അവരുടെ അജണ്ട നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിന് പുറത്തുനിന്നുള്ള സഹായങ്ങളുണ്ട്. ഈ പറയുന്ന കുക്കികൾക്കും മെയ്ത്തികൾക്കും തീവ്രവാദ സംഘടനകളുണ്ട്, ടെററിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, മിലിറ്റന്റ് ഗ്രൂപ്പുകളുണ്ട്, അവർക്ക് ആയുധങ്ങളുണ്ട്, അവർക്ക് ബംഗ്ലാദേശിലും മ്യാൻമാറിലും പരിശീലന ക്യാമ്പുകളുണ്ട്. ഇതെല്ലാം രണ്ടു കൂട്ടരുടെ കയ്യിലുണ്ട് ഇത്. അപ്പോ ഈ പറയുന്ന 8.40 എന്ന് പറയുന്നതും ഇപ്പൊ ശരിക്കും 10% മുകളിൽ ഉള്ള ഈ മുസ്ലിങ്ങൾ അവിടെ ക്രിസ്ത്യന്റെ ഈ ചർച്ചുകൾ തകർക്കുന്നതിൽ ആ കലാപത്തിൽ വ്യക്തമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരാൾ പോലും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അത് ബോധപൂർവം അതിനെ പിക്ചറിൽ നിന്ന് മായ്ക്കാനാണ് ശ്രമിക്കുന്നത്. ശ്രീ കെ പീറ്റർ, അത്തരത്തിലുള്ള ഒരു ആരോപണം ഇതുവരെ നാഷണൽ മീഡിയസിൽ പോലും ഇത്തരത്തിൽ അതായത് അങ്ങ് പറയുന്ന ഈ മെയ്തേ വിഭാഗത്തിൽപ്പെട്ട ഈ മുസ്ലിം കമ്മ്യൂണിറ്റി, പങ്കൽസ് എന്ന് പറയുന്ന ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. താങ്കൾക്ക് എവിടെ നിന്നാണ് ഈ ഒരു സോഴ്സ് എങ്ങനെയാണ്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന സോഴ്സുകളെല്ലാം അവിടുത്തെ വൈദികരും. ഇപ്പോൾ ഇന്ന് ഒരു കണക്ക് ഈ പറയുന്ന 500 മുകളിൽ കുക്കികളും മെയ്ത്തികളും 600-നടുത്ത് കൊല്ലപ്പെട്ടിട്ടു എന്നുള്ള കണക്ക് നമ്മുടെ മലയാളിയായ വൈദികൻ തന്നെയാണ് തന്നതാണ്. ഇതിന്റെ കൺഫർമേഷൻ സൈനികൻ തന്നിട്ടുണ്ട്. പറയുന്നവർക്ക് ഇതുണ്ടെന്നുള്ളത് ഇതുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, അവിടെ സ്ത്രീകളെയും കുട്ടികളെയും മാത്രം നിർത്തിക്കൊണ്ട് ഈ കുക്കികളെ ഇവിടുന്ന് മ്യാൻമാറിലേക്ക് തിരിച്ചയക്കണമെന്ന് NRC നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് റാലി നടത്തിയതിന്റെ വാർത്തകൾ പുറത്തുനിന്നു നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ കണ്ടു കാണുമല്ലോ. അപ്പോ ഈ പറയുന്ന ആ മുസ്ലിം വിഭാഗം പങ്കൽ പറയുന്ന മുസ്ലിം വിഭാഗമാണ്ട് സ്ത്രീകളും കുട്ടികളുമാണ് അവിടെ റാലി നടത്തിയത്. കുക്കികളെ ഇവിടുന്ന് മ്യാൻമാറിലേക്ക് തിരിച്ചയക്കണമെന്ന് പറഞ്ഞു, NRC നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ മനസ്സിൽ എന്താണോ ഉള്ളത്? എന്തുകൊണ്ടാണ് ആ റാലിയിൽ പുരുഷന്മാർ ഉണ്ടാവാതിരുന്നത്? അപ്പൊ നമ്മളിത് ആ ഒരു ഇത് കൂട്ടി വായിക്കണം നമ്മൾ. അവിടെ ഇത് മാത്രമല്ല, അവിടെ സംഘപരിവാർ അജണ്ട മാത്രമല്ല, അവിടെ പല എലമെന്റുകളുണ്ട്, പലതും പറഞ്ഞു ചെയ്തിട്ടുണ്ട്. അവിടെ ആ കൂട്ടത്തിൽ ഇതുപോലെ പോപ്പി കൃഷി നടത്തുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരുണ്ട്. ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ഫാദർ ജോൺസൺ തേക്കടയിൽ, അങ്ങേക്ക് അതിനുള്ള മറുപടി. ശ്രീ കെവിൻ പീറ്റർ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. പല എലമെന്റ്സ്, ഇതിൻ്റെ അകത്തൊരു എലമെന്റ് മാത്രമല്ല, പല എലമെന്റ്സ്, പ്രത്യേകിച്ച് പങ്കൽസിനെതിരെയൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അതിനുള്ള മറുപടി ഫാദർ ജോൺസൺ. ആ മുസ്ലിംസ് ആരും തന്നെ മേത്തികളുടെ കൂടുതലും മിക്സ്ഡ് ആയിട്ടല്ല കഴിയുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള വില്ലേജുകൾ, അവരുടേതായിട്ടുള്ള ഏരിയകൾ നമുക്കറിയാം. ചില മേഖലകളിൽ ഇപ്പം മധ്യ തിരുവനന്തപുരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മുസ്ലിംസ് ഒന്നും അങ്ങനെ ഇപ്പോഴാണ് കുറച്ചും കൂടെ മിങ്കിൾ ചെയ്ത് കഴിയുന്നത്. മറ്റൊക്കെ ഓരോ സ്ഥലങ്ങളിൽ അവർ സെക്യൂർഡാണ്. അതിനേക്കാളും സെക്യൂർഡായിട്ടാണ് ആ പ്രദേശങ്ങൾ. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചു. കുക്കി ലീഡേഴ്സുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഈ കാര്യം വ്യക്തമായിട്ട് ചോദിച്ചു. നിങ്ങൾക്ക് അവിടെ റോഹിംഗ്യൻ മുസ്ലിംസിനെ കുറിച്ച് സംശയമാണ്. അവരുടെ കാര്യം നോക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കുന്നു, ഞങ്ങൾ അവരുമായിട്ട് യാതൊരു സംസർഗം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പ്രചരിപ്പിച്ച് നമ്മുടെ ജനശ്രദ്ധ മാറ്റരുത്. പിന്നെ ഇവിടെ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല
ഞങ്ങൾ ആരും പ്രചരിപ്പിച്ചിട്ടില്ല ഇത് ഹിന്ദു ക്രിസ്ത്യൻ കലാപമാണെന്ന്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇത് മേത്തികളുടെ വിഭാഗത്തിൽപ്പെട്ട ലൂപ്പോൺ എന്ന് പറയുന്ന മേത്തി ലൂപ്പോൺ എന്ന് പറയുന്ന ഒരു വിഭാഗം, അത് മിലിറ്റന്റ് ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ അരംബായ് താങ്കോൾ എന്ന് പറയുന്ന മറ്റൊരു മിലിറ്ററി ഗ്രൂപ്പ്, ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ്, അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന അവിടുത്തെ CM ആണ്, അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. ഈ പറയുന്നതായിട്ടുള്ള അരംബായ് താങ്കോളിന്റെ വേണ്ടുന്ന എല്ലാ വെള്ളവും കൊടുത്ത് അദ്ദേഹമാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവർ തമ്മിൽ ഈ കുറെ നാളുകളായിട്ട് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ചില രഹസ്യങ്ങൾ ചില ആളുകൾ ഞങ്ങളോട് പറഞ്ഞു. അവിടെ നേരടിയായി ഞങ്ങൾ കേട്ട കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഈ മേത്തി ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള അരംബായ് താങ്കോലും അതുപോലെ മേത്തി ലീപ്പൂണും തമ്മിൽ ശീതസമരം നടക്കുന്ന കുറെ നാളുകളായിട്ട്. കാരണം സംഘപരിവാറിന്റെ ഒരു ഭാഗമാണ് ലീപ്പൂൺ എന്ന് പറയുന്ന വിഭാഗം. അരംബായ് താങ്കോൾ ആകട്ടെ അവർക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്. അവരാരും തന്നെ ഇന്ത്യൻ ഫ്ലാഗ് ഉപയോഗിക്കാല്ല. അത് നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ഫ്ലാഗ് ഉപയോഗിക്കാല്ല. അവർ വർണ്ണമുള്ളതായ ഫ്ലാഗ് ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അപ്പൊ അവർ ഇന്ത്യയോട് കൂറുള്ളവരാണെന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്. അതുപോലെ തന്നെ ഈ കുക്കികളും നാഗാസുമാണ് ആസാം റൈഫിൾസിലുള്ളതായ പട്ടാളക്കാര്. അവർ ഇന്ത്യയോട് എന്തുമാത്രം കൂറുള്ളവരാണെന്നറിയാം, അവരെന്തുമാത്രം ഇന്ത്യക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നവരാണെന്നറിയാം. അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പോപ്പി കൾട്ടിവേഷന് വേണ്ടിയിട്ട് റോഹിന്ത്യൻസിനെ ഒക്കെ അവിടുത്തെ മുഖ്യമന്ത്രി കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് പോപ്പി കൾട്ടിവേഷൻ മാത്രമല്ല പോപ്പി ട്രേഡ് നടത്തുന്ന ഒരാളാണ് അവിടുത്തെ മുഖ്യമന്ത്രി എന്നാണ് അവിടുത്തെ സാമാന്യ ജനങ്ങൾ പറയുന്നത്. അവർക്കറിയാം 1,31,000 ചെറുപ്പക്കാരാണ് അവിടെ ഡി അഡിക്ഷൻ സെന്ററുകളിലും റീഹാബിലിറ്റേഷൻ സെന്ററിലും കഴിയുന്നത്. 1,31,000. അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 32 ലാക്സേ ഉള്ളൂ. അതിനകത്താണ് 1,31,000 ആളുകള് ഇപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിൽ കഴിയുന്നത്. അപ്പൊ നോക്കിക്കോണം അവിടുത്തെ ഭരണപരാജയം എത്ര വലുതാണെന്നുള്ളത്. ഇദ്ദേഹം എന്തുകൊണ്ടാണ് നാഗാസിനെ തൊടാത്തതെന്ന് പറഞ്ഞു. ഇവരാരും തന്നെ അറിയാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ 2ാം ഭാര്യ ഒരു നാഗസ്ത്രീയാ. അദ്ദേഹം ആ നാഗകളെ തൊട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹം തട്ടപ്പെടും. അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ 2ാം ഭാര്യ നാഗസ്ത്രീ ആയതുകൊണ്ട് ആ നാഗസ്ത്രീയുടെ വിഭാഗത്തിൽപ്പെട്ട നാഗന്മാരെ തൊട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം കൊല്ലപ്പെടുന്നത് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ ആയിരിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നാഗാസിനോട് അവരാരും തന്നെ പോരടിക്കാൻ വരാത്തെ. പിന്നെ നമ്മള് പറഞ്ഞതുപോലെ ഈ 250 എന്ന് പറയുന്ന മേത്തികളുടെ ഇടയിൽ ഇംഫാലിൽ തകർക്കപ്പെട്ട വീടുകളും പള്ളികളും അതിനോട് അനുബന്ധ സ്ഥാപനങ്ങളുമാണ്. എന്നാൽ കുക്കികൾ താമസിക്കുന്നതായിട്ടുള്ള ഹില്ലേരികളിൽ അവിടെ ഓരോ ഗ്രാമം തകർക്കുമ്പോഴും ഓരോ പള്ളിയും കൂടെയാണ് തകർക്കപ്പെട്ടത്. അഡ്വക്കേറ്റ് ശ്രീ ജസ്റ്റിൻ, ഞാൻ അച്ഛനോട് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. ഈ വർഗീയമായിട്ടുള്ള ഒരു എലമെന്റ് ഇതിന്റെ പിന്നിലുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു. അതിനോടുള്ള അങ്ങയുടെ പ്രതികരണം ശ്രീ ജസ്റ്റിൻ വക്കീൽ. ജോർജ് ചോദിച്ചത് നന്നായി. ആദ്യമേ ഇത് എത്നിക് വാറല്ല, ഇതൊരു വംശഹത്യയാണ് എന്ന് ആദ്യമേ പറഞ്ഞത് മണിപ്പൂർ ഇംഫാൽ ആർച്ച് ബിഷപ്പ് ആയിരിക്കുന്ന ഡൊമിനിക് ലൂമോൺ പിതാവാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: മണിപ്പൂരിൽ ഇരുവിഭാഗത്തിലെയും ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു, ക്രിസ്ത്യൻ വീടുകളും സ്ഥാപനങ്ങളും പള്ളികളും തകർക്കുന്നു. ഇവിടെ നടക്കുന്നത് ഗോത്രകലാപമല്ല, ക്രിസ്തീയ ഉന്മൂലനമാണ് എന്ന് ആദ്യം പറഞ്ഞത് ജസ്റ്റിൻ അല്ല, എനിക്കൊന്നും ജോൺസൺ അച്ഛനല്ല. ആദ്യം പറഞ്ഞത് മണിപ്പൂർ ഇംഫാൽ ആർച്ച് ബിഷപ്പ് ആയിരിക്കുന്ന അഭിനന്ദി പിതാവാണ്. ഇത് പിതാവ് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് പോലും. മണിപ്പൂരിന്റെ സ്ഥാനത്ത് ഈ സംഭവം നടക്കുന്നത് കാശ്മീരിലോ ഈവൻ ഇൻ കേരളത്തിലോ ആണെന്ന് വിചാരിച്ചു. ഇതുപോലെ ലഹളക്കാരുടെ ആവശ്യത്തിന് വേണ്ടി ഗവൺമെന്റ് നിന്നു കൊടുക്കോ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 12 ഇന്ത്യൻ സൈന്യത്തിന്റെ ആർമിയുടെ കയ്യിലുള്ളതിനേക്കാളും സോഫിസ്റ്റിക്കേറ്റഡ് ഏറ്റവും മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസുമായിട്ട് 12 മിലിറ്റൻസിനെ പട്ടാളം പിടികൂടിയിട്ട് അവിടെ ഈ 1000-2000 വരുന്ന സ്ത്രീകൾ ഒന്നിച്ചുകൂടി അവരെ മോചിപ്പിക്കാൻ ഈ കേരളത്തിൽ ഇത് കാശ്മീരിലാണ് നടക്കോ? ഭരിക്കുന്ന സർക്കാർ, പ്രത്യേകിച്ചും BJP സർക്കാർ, അത് കാശ്മീരിനെ ഒതുക്കിയ ഗവൺമെന്റ് ഇന്ത്യയിൽ ഏത് സ്ഥലത്തും കലാപം ഉണ്ടാക്കി നിമിഷ നേരം കൊണ്ട് ഒതുക്കാൻ ചങ്കൂറ്റം കാണിച്ച സർക്കാർ കേരളത്തിലോ ഇത് കാശ്മീരിലോ ആണെങ്കിൽ അവർ ഇത്ര നീട്ടിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ലല്ലോ. 12 തീവ്രവാദികള്, ദേശവിരുദ്ധ തീവ്രവാദികൾ സ്ലിപ്പർ ഗൺസ് അടക്കം കൈപ്പിടിച്ചുകൊണ്ട് അവരെ പിടികൂടിയിട്ട് അവരെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞപ്പോൾ എന്ത് സൂചന ജനത്തിന് നൽകുന്നത്? ആ നിലപാടുണ്ടല്ലോ, അത് ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു ആപത്ത് സൂചനയാണ്. കെവിൻ പീറ്ററിലേക്ക് കൂടി ഇത് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ശ്രീ കെവിൻ, ഏറ്റവും ലാസ്റ്റ് ആണ് കൺക്ലൂഡ് ചെയ്യാം ശ്രീ കെവിൻ. എനിക്ക് പറയാനുള്ളത്, ഇത് ഒരിക്കലും ഹിന്ദു ക്രിസ്ത്യൻ
അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം കലാപമല്ല. ഇത് മ്യാൻമാറിൽ വളരെ വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട്, നെഹ്റുവിന്റെ കാലം തൊട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഈ ഗോത്ര കലാപങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇത് വളരെയധികം നീണ്ടുപോയി, ഇത് കൺട്രോളിൽ നിൽക്കാതെ പോകും. അത് മണിപ്പൂരിലെ BJP ഗവൺമെന്റിന് പറ്റിയ പരാജയമുണ്ട്. അതുപോലെ ഒരു ജഡ്ജിയെ ഇത്രയും പെട്ടെന്ന് ഒരു വിധി പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് തടയേണ്ടതായിരുന്നു. 4 ആഴ്ചക്കുള്ളിൽ ഇത്തരത്തിൽ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എതിർക്കേണ്ടതായിരുന്നു. ആഫ്സ പിൻവലിക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാർ കാണിച്ച അമിത ആത്മവിശ്വാസമാണ്. അതൊരിക്കലും പാടില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ ബാരിക്കേഡുകളും ചെക്ക് പോസ്റ്റുകളും എല്ലാം പിൻവലിക്കപ്പെടുകയും സൈന്യം കൂടുതലും ബാരക്കിലേക്ക് മടങ്ങുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവിടെ വീണ്ടും ആയുധമെത്തി. ചൈന ഇതിന്റെ പുറകിലുണ്ട്, ബംഗ്ലാദേശിന്റെ പുറകിലുണ്ട്, മ്യാൻമാറിന് നമ്മുടെ രാജ്യം താക്കീത് കൊടുത്തു കഴിഞ്ഞു. ഇതിലെ പല കണ്ടന്റുകളിൽ ഇതിലുണ്ട്. തെറ്റാരുടെ ഭാഗത്ത്, നമ്മളുടെ സഹോദരന്മാരുടെ ഭാഗത്താണെങ്കിലും അതിന് നിൽക്കണം. മണിപ്പൂർ കലാപം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുവാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റ് കാണിക്കട്ടെ. അവിടെ സമാധാനം പുലരട്ടെ. ഭാരതത്തിന്റെ കണ്ണീരായി മാറിയ മണിപ്പൂരിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സ്നേഹവും ശാന്തിയും ഐക്യവും കൈവരട്ടെ. അതിനുള്ള നടപടികൾ ഭരണകൂടം സ്വീകരിക്കാൻ ഇടയാകട്ടെ. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ കെവിൻ പീറ്റർ, ഫാദർ ജോൺസൺ, അഡ്വക്കേറ്റ് ശ്രീ ജസ്റ്റിൻ, 3 പേർക്കും